ഹായ്, നമുക്ക് അതിനെ മോർഫോളജി എന്ന് വെച്ചാൽ അത് കുറച്ച് ഭാഗങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് നോക്കാം എന്തൊക്കെയാണുള്ളത്. നമുക്ക് അതിന് രണ്ട് ഫാമിലി കൂടെ പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എന്താണ് ലാസ്റ്റ് പഠിച്ചെത്തിയത്? നമ്മളൊരു ഫാമിലിയെ കുറിച്ച് പഠിച്ചത് ഏതാണ്? എ ബി സി അഥവാ പി ഫാമിലി. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ഫാമിലി ബാക്കി പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച പി ഫാമിലി ഡൈക്കോട്ട് ഫാമിലി. ഇനി പഠിക്കാൻ പോകുന്നതും ഒരു ഡൈക്കോട്ടിലിനസ് ഗ്രൂപ്പിൽ വരുന്ന ഫാമിലിയാണ്. ഡൈക്കോട്ട് ഫാമിലി. അതിന്റെ പേര് സോളനേസിയ എന്ന്. പൊട്ടറ്റോ ഫാമിലി എന്നറിയാം. പൊട്ടറ്റോ ഫാമിലി ഇത് വരുന്ന ഈ ഗ്രൂപ്പ്. പൊട്ടറ്റോ ഫാമിലി എന്ന് പറയുമ്പോൾ അതിനകത്താണ് ശരിക്കും ഉരുളക്കിഴങ്ങ് വരുന്നത്, അതിനകത്താണ് മുളക്, അതിനകത്താണ് നമ്മുടെ തക്കാളി വരുന്നത്, അതുപോലെ അതിനകത്ത് നമ്മൾ കാണുന്ന ചുണ്ട എന്ന് പറയുന്ന ചെടിയുണ്ട്. ഇങ്ങനെ നമുക്ക് വഴുതണങ്ങ, ഇങ്ങനെ ഒരുപാട് പരിചയമുള്ള ചെടികളുള്ള ഫാമിലിയാണ് ഈ സോളനേസിയ ഫാമിലി, പൊട്ടറ്റോ ഫാമിലി. പിന്നെ അതിനകത്ത് പുസ്തകത്തിൽ പറയുന്നത് ഇതിനകത്ത് ഗ്രൂപ്പുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഒട്ടുമിക്ക കൊച്ചു ചെടികളാണ്, ചെറിയൊരു ചെടി, റയറായിട്ട് ചെറിയ തരത്തിലുള്ള പൊക്കത്തിലുള്ള മരങ്ങൾ കാണാറുണ്ട്. പിന്നീട് ഇതിനകത്ത് പിന്നെ ഹെർബുകളാണ് കൂടുതലായിട്ടുള്ളതെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ചെറിയ ഹെർബ്, ഷെബ് അങ്ങനെയുള്ള ചെറിയൊക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ മുളകൊക്കെ എന്താ അറിയാലോ, കൊച്ചു ചെടികളൊക്കെ. പിന്നെ അതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇൻഫ്ലോറസൻസിനെ കുറിച്ചാണ്. ബാക്കി പോയിന്റെല്ലാം ഞാൻ ആണ് ചോദിക്കാറുള്ളത്, അല്ലാതെ മറ്റു കാര്യങ്ങൾ ചോദിക്കാറില്ല. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫ്ലോറൽ ക്യാരക്ടേഴ്സും ഫ്ലോറൽ ഫോമില്ല. നമുക്ക് അത് ഇൻഫ്ലോറൻസിലേക്ക് കിടക്കാം. ഇൻഫ്ലോറസൻസ് ഫ്ലവർ സോളിറ്ററിയാണ്. സോളിറ്ററി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിങ്ങൾക്കറിയാം, മുളകിനകത്തൊക്കെ ഒരു സ്ഥലത്തുണ്ടാകും അല്ലെ. റയർ ആയിട്ട് ചില ചെടിക്കകത്താണെങ്കിൽ സൈമോസ് ഇൻഫ്ലോറസൻസും കാണുന്നുണ്ട്. റയർ ആയിട്ട് സൈമോസ് നമ്മൾ പഠിച്ചു. പയറിനകത്ത് റെസിമോസ് ഇല്ല, അതൊക്കെ എന്നെ ചോദിക്കും. പയറിനകത്ത് അത് പി ഫാമിലി റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്, ഇവിടെ സൈമോസ് ആണ്. ഇനി പഠിക്കാൻ പോകുന്ന മോണോകോട്ട് ഫാമിലി ആയിട്ടുള്ള ലില്ലിയേസിക്കകത്തും പിന്നീട് സൈമോസ് ഇൻഫ്ലോറസൻസ്. അപ്പൊ റയർ ആയിട്ട് സൈമോസും കാണിക്കും. പൊതുവെ ഫ്ലവർ സോളിറ്ററിയാണ്. മുളകൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു പൂവായിട്ടാണ് ഉണ്ടാകുന്നത് അല്ലെ, ഒരു കൂട്ടം പൂക്കളായിട്ടല്ല ഉണ്ടാകും. അതാണ് അതിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഫ്ലവറിന്റെ സ്വഭാവത്തിൽ ബൈസെക്ഷൽ ആണ്. ഫ്ലവർ ബൈസെക്ഷൽ ആണ്. അതുപോലെ തന്നെ ആക്ടിനോമോർഫിക് ആണ്. ഫ്ലവർ ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക്. അങ്ങനെ നമുക്ക് അത് ഈ ചിഹ്നോടെ പറഞ്ഞു എന്താണ് ഫ്ലവർ ബൈസെക്ഷൽ ആണ്. അത് കഴിഞ്ഞ് ആക്ടിനോമോർഫിക് ആണ്. ഇവിടെ നമുക്ക് എഴുതി പോകുന്നതാണ് ഫ്ലവർ ക്യാരക്ടേഴ്സ് എഴുതുന്നത്. ഫ്ലവർ ഫോമിലേക്ക് തയ്യാറാക്കും. ഫ്ലവർ ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. ദെൻ അടുത്ത ഫ്ലവർ കഴിഞ്ഞു. അപ്പോ ഇവിടെ ഫ്ലവർ നോക്കിയ ഫ്ലവർ ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. അപ്പൊ നമുക്ക് ചിഹ്നം തന്നെ എഴുതി തുടങ്ങണം. അല്ലേ, ആക്ടിനോമോർഫിക് ആണ്. യെസ്, ആക്ടിനോമോർഫിക്. ബൈസെക്ഷൽ ആണ്. ഓക്കെ, ബൈസെക്ഷൽ. അപ്പൊ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞ അടുത്ത് എന്താണ്? ഫ്ലവറിനകത്ത് ഇൻഫ്ലോറൻസ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ബൈസെക്ഷൽ ഫ്ലവർ കഴിഞ്ഞ അടുത്ത് എന്താണ്? സോലസ് ഇങ്ങോട്ട് കാലിസ്. കാലിസ് 5 sepals. 5 sepals. അപ്പൊ നമുക്ക് എഴുതാം K5 അല്ലേ, നല്ലത് K5. ഇനി ഗാമോ സെപ്പാലസ് ആണ്, ഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഗാമോ സെപ്പാലസ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? വാൽവേറ്റ് എസ്റ്റിവേഷൻ. വാൽവേറ്റ് എസ്റ്റിവേഷൻ അത് നമുക്ക് ചിഹ്നം കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ കാലിസായി. അടുത്തതാണ് കൊറോള. 5 petals, 5 എണ്ണം. അപ്പൊ C5. ഗ്യാമോ ആണ്, ഗ്യാമോ പെറ്റാലസ് ആണ്. അപ്പൊ ഗ്യാമോ പെറ്റാലസ്. വാൽവേറ്റ് എസ്റ്റിവേഷൻ, അവിടെ വാൽവേറ്റ് തന്നെയാണ് എസ്റ്റിവേഷൻ. അപ്പൊ പ്രത്യേകിച്ച് കാര്യം. അടുത്തതാണ് ആൻഡ്രീഷ്യം. 5 stamen. 5. എപ്പിപെറ്റാലസ്, അതാണ് കണ്ടീഷൻ. പെറ്റലിന് പുറത്താനിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചിഹ്നം കൊടുക്കേണ്ട. ഈ ചിഹ്നം എപ്പിപെറ്റാലസ് കണ്ടീഷൻ. ഓക്കെ, പ്രൊവൈഡ് ദാറ്റ് സിംബൽ എപ്പിപെറ്റാലസ് കണ്ടീഷൻ. ഇനി പ്രത്യേകിച്ച് അതിനെ കുറിച്ച് പറയുന്നില്ല. ആൻഡ്രീഷ്യം 5 എണ്ണം ഉണ്ട്. എപ്പിപെറ്റാലസ് ആണ്. ഗൈനീഷ്യം 2 കാർപ്പൽസ് ആണ്. അപ്പൊ നമ്മൾ G2 അല്ലെ, 2 കാർബൺസ്. ആൻഡ് ഹൈപ്പോഗൈനസ്. ഇത് എന്താണ്? ഇത് ഹൈപ്പോഗൈനസ് ആണത്. ജി വെച്ചാൽ നമുക്കറിയാലോ. ഹൈപ്പോഗൈനസിനെ വരെവിടെ ഇങ്ങനെയാണ്? സിൻകാർപ്പസ് ആണ്. 2 കാർബൺസ് ഫ്യൂസ്ഡ് ആണ്. അപ്പൊ സിൻകാർപ്പസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് സിൻകാർപ്പസ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ തന്നെ എഴുതി പഠിച്ചാൽ നേട്ടം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് എഴുതുന്നത്, ഇത് കണ്ടാൽ എങ്ങനെ എഴുതാമെന്നെല്ലാം മനസ്സിലാക്കാം അല്ലെ, അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോ
ഫ്ലവർ ഈസ് ബൈസെക്ഷൽ, ആക്ടോമോർഫിക്, കാലിക്സ് 5 ഫ്യൂസ്ഡ്, കൊറോള 5 ഫ്യൂസ്ഡ്, അല്ലെങ്കിൽ ഇത് നമ്മൾ നോക്കിയ ഗ്യാമോ സെപ്പാലസ്, ഗ്യാമോ പെറ്റാലസ്, സ്റ്റേമൻ 5 എപ്പിപെറ്റാലസ് കണ്ടീഷൻ, ഗൈനീഷ്യൻ 2 കാർബൺ ഉണ്ട്, സിൻകാർപ്പസ് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. സോ ഫോർ ഈസ് ഓവർ ആൻഡ് കാലിക് ഈസ് ആൾസോ ഹിയർ. ഇങ്ങനെയാണ് ഫാമിലിയെ കുറിച്ച് നമുക്ക് this is how we can prepare the floral characters, also floral formula. We have prepared floral formula like this. So ഇത് എന്താ നേട്ടം? ഫ്ലോറൽ ക്യാരക്ടർ എന്നാണ് ഫ്ലോറൽ ഫോർമുല എഴുതാം, ഫ്ലോറൽ ഫോർമുല എന്നാണ് ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. അറിയില്ല. ഇനി ഇത് കൂടാതെ കളഞ്ഞു ഇപ്പൊ നമ്മള് പിന്നെ ക്യാരക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ഫ്ലോറൽ ഡയഗ്രം ഫ്ലോറൽ ഫോർമുല കാര്യം പഠിച്ചു. ഇത് കൂടാതെ പുസ്തകം പല കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് ബൈ ലോക്കുല, 2 ലോക്യൂൾസ് ഉണ്ട്, 2 അറയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുകെ കുറച്ച് 2 അറയാണ്. അതാണ് ബൈ ലോക്കുല എന്ന് പറയുന്നത്. 2 അറയുണ്ട്, 2 കാർബൺ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബൈലോക്കുല. ആക്സൈൽ പ്ലാസന്റേഷൻ, പ്ലാസന്റേഷൻ ആക്സൈൽ ആയിരിക്കും, എനിക്കറിയാം. പിന്നെ മുളകിനകത്തൊക്കെ പ്ലാസന്റേഷൻ ആക്സൈൽ ആണ്, ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. പിന്നെ ഇതിനകത്ത് ചില ഫ്രൂട്ട് ബെറി ആയിരിക്കും, ചില ഫ്രൂട്ട് ക്യാപ്സ്യൂൾ ആയിരിക്കും. ഫ്രൂട്ട് മേ ബി ബെറി ഓർ ക്യാപ്സ്യൂൾ, ബെറി ഓർ ക്യാപ്സ്യൂൾ. മീസോ കാർബ് ഫ്ലഷി ആണെങ്കിൽ ബെറി എന്ന് വിളിക്കും, ഇത്രേ ഉള്ളൂ. മീസോ കാർബ് ഫ്ലഷി ആണെങ്കിൽ തക്കാളി കയ്യിലോട്ട് വരികയാണ്, അതിന്റെ മീസോ കാർബ് എന്താണ്? ഫ്ലഷി ആയിട്ടല്ലേ ഇരിക്കുന്നു അല്ലെ? പുറമെയുള്ള ആ ഒരു സ്കിൻ പോലുള്ള നിങ്ങൾ വലിച്ചുള്ള കളയിൽ തക്കാളി പഴത്തിന്റെ അതിന്റെ എപ്പികാർബൺ, പിന്നെ വളരെ ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് അറിയിക്കാൻ എടുക്കുന്നത് അല്ലേ? ആ ഫ്ലഷി മീസോ കാർബൺ അതിനെ ബെറി എന്ന് വിളിക്കും, BERRY. ഇത് മുളക് ഉണങ്ങുമ്പോഴും ഇത് ഫ്ലഷി ആയിരിക്കും, അതായത് മെച്ചർ ആകുമ്പോഴും ഫ്ലഷി ആയിട്ട് തന്നെ ഇരിക്കും, ഉണങ്ങി പോകത്തില്ല. തക്കാളി ഉണങ്ങുമില്ല, അത് മുളകാണെങ്കിലോ ഉണങ്ങി വരും. അങ്ങനെ ഉണങ്ങി വരികയാണെങ്കിൽ, അതായത് മീസോ കാർബൺ ഡ്രൈ ആയി മാറുകയാണെങ്കിൽ അതിനെ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. മനസ്സിലായല്ലോ ഡിഫറൻസ് ബിറ്റ്വീൻ ബെറി ആൻഡ് ക്യാപ്സ്യൂൾ? If the mesocarp is fleshy at maturity without undergoing dryness, it is called berry. And if the mesocarp becomes dry at maturity, it is called capsule. Capsule example മുളകാണ്, berry example തക്കാളിയാണ് അല്ലേ? ഇപ്പോഴല്ലേ ഇനി ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഒബ്ലിക് ഓവറി, അത് ഞാൻ പറയാം. ഒബ്ലിക് ഓവറി എന്താണ്? ഒബ്ലിക് ഓവറി, ഒബ്ലിക് എന്ന് ചരിഞ്ഞതാണ്, ചരിഞ്ഞ നേരെ നിൽക്കാതെ ചരി, മോഹൻലാൽ ചരിഞ്ഞിരിക്കുന്നത് ഒബ്ലിക് എന്ന് പറയാം, ചരിഞ്ഞ് നിൽക്കുന്നതിന് ഒബ്ലിക് എന്ന് പറയാം, നേരെ നിൽക്കാതെ. അതെ, അത് എന്താണ് ഒബ്ലിക് ഓവറി എന്നുള്ളത് ഞാൻ ഫ്ലോറൽ ഡയഗ്രം ആയിരിക്കും പറഞ്ഞുതരാം. ഇത്ര മനസ്സിലായല്ലോ. ഇതിനകത്ത് വരുന്ന ചില ഇമ്പോർട്ടന്റ് പ്ലാന്റിനെ കുറിച്ച് പറയാം. 1 ടൊമാറ്റോ അറിയാമല്ലോ, 2 ബ്രിഞ്ചാൾ എന്താണ്? വഴുതനങ്ങ. 3 പൊട്ടറ്റോ എന്താണ്? ഉരുളക്കിഴങ്ങ്. 4 ചില്ലി എന്താണ്? മുളക്. പിന്നെ വരുന്ന ചെറിയൊരു ബെല്ലഡോണ, ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ബെല്ലഡോണ. അശ്വഗന്ധ, ഇത് 2 മെഡിസിനൽ പ്ലാന്റ് ആണ്, ബെല്ലഡോണയും അശ്വഗന്ധി അറിയാമല്ലോ. അതാണ് ഞാൻ ഈ ലിസ്റ്റ് ഞാനിട്ട് കാണിക്കുന്നു. പിന്നെ ടുബാക്കോ, ഇതിനകത്ത് ചെടിയാണ് ടുബാക്കോ. ടുബാക്കോ എന്നത് ഫ്യൂമിഗേറ്ററി എന്നാണ് വിളിക്കുന്നത്. ഫ്യൂമിഗേറ്റർ എന്ന് വെച്ചാൽ പുകയ്ക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളായിരിക്കും ടുബാക്കോ എടുത്തിട്ട് പിന്നെ പുകയ്ക്കാന്ന് വെച്ചാൽ ചപ്പും ചുറമ്പാൻ വേണ്ടി കത്തിച്ച് കൊതുകിനെ അകറ്റാൻ വേണ്ടി നമ്മൾ വൈകിട്ട് കയ്യിലിട്ട് കത്തിച്ച് പുകയ്ക്കുക, അങ്ങനത്തെ പോലെ വീടുകളിൽ പുകവലി, അതാണ് ഉദ്ദേശിച്ചത് ഫ്യൂമിഗേറ്റർ, പുകയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു. ഓക്കെ. പെറ്റൂണിയ, മറ്റു ചെടിയുണ്ട് പെറ്റൂണിയ, അത് ഓർണമെന്റ് പ്ലാന്റ് പെറ്റൂണിയ, അതിന്റെ പടമായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് അറിഞ്ഞ ഇമ്പോർട്ടന്റ് പ്ലാന്റ്സ്. ഇതൊക്കെ ജനറൽ ബെല്ലഡോണ ഏത് ഫാമിലി വരും, പെറ്റൂണിയ ഏത് ഫാമിലി വരും, അല്ലെങ്കിൽ ഫ്യൂമിഗേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സൊളനേസിയൽ ചെടിയെ, അല്ലെങ്കിൽ അശ്വഗന്ധ ഏത് ഫാമിലി വരും, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ എൻട്രൻസ് വരും. പ്രൊഡക്ട്സ് ആണ് എടുത്തില്ല. ഇതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ആണല്ലോ. So potato family, Solanaceae is also called as potato family. Then plants may be small, then herb or shrub, rarely small trees ഉണ്ടാകാം. Then plant in the inflorescence solitary flowers ആയിട്ട് ഉണ്ടാവുക. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫ്ലോറസൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമോസ് ആയിരിക്കും, ഒരിക്കലും റെസിമോസ് ഉണ്ടാകത്തില്ല. ഫ്ലവർ ബൈസെക്ഷൽ ആണ്, ആക്ടോമോർഫിക് ആണ്. കാലിക്സ് 5 സെപ്പറേറ്റ് ഉണ്ട്. ഗ്യാമോസെഫാലിസ് ആണ്, വാൽവേറ്റ് ആണ്, എസ്റ്റിവേഷൻ ആണ്. കൊറോള 5 പെറ്റൽസ് ഉണ്ട്, ഗ്യാമോ പെറ്റൽസ് ആണ്, വാൽവേറ്റ് എസ്റ്റിവേഷൻ ആണ്. ആൻഡീഷ 5 സ്റ്റാൻഡ് ഉണ്ട്, എപ്പി പെറ്റൽസ് ആണ്, അതാണ് ഈവൻ നഹം. ദെൻ ഗൈനീഷ്യ 2 കാർബൺ ഉണ്ട്, ഹൈപ്പോഗൈനസ് ആണ്, സിൻകാർപ്പസ് ആണ്, അങ്ങനെ കൊടുത്തു. അതുകൂടാതെ 2 പിന്നീട് ചേംബർ ഉണ്ടെന്ന് പറഞ്ഞു, 2 ലോക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് കുറിയെ കുറിച്ച് കാണുന്നത് 2 കാർബൺ ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഒബ്ലിക് ഓവറി എന്നൊരു കാര്യം ഇതിനകത്തുണ്ട്, പിന്നെ പറഞ്ഞുതരാം. ദെൻ ബെറി എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി എത്തുക ഫ്രഷിയായി തന്നെ ഇരുന്നാൽ ബെറിയാണ്, മെച്യൂരിറ്റി എത്തുമ്പോൾ ഡ്രൈ ആണ്, ക്യാപ്സ്യൂൾ ആണ്. ബെറിക്ക് എക്സാമ്പിൾ തക്കാളിയാണ്, ക്യാപ്സ്യൂൾ എക്സാമ്പിൾ മുളകാണ്. പിന്നെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്കൊരു ഫ്ലോറൽ ഡയഗ്രാം വരച്ചു.
അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ഈ കാലിക്സ് എന്ന് പറയുന്നത് ഇത് പെർസിസ്റ്റന്റ് കാലിക്സ് ആണ്. പെർസിസ്റ്റന്റ് കാലിക്സ് ആണ്. ഈ പെർസിസ്റ്റന്റ് കാലിക്സ് നശിക്കാത്ത കാലിക്സ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇപ്പൊ വഴുതനങ്ങയുടെ പൂ എടുത്താൽ അതിന്റെ കാലിക്സ്, കൊറോള, കണ്ടീഷൻ ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കൊറോള ഒക്കെ നശിച്ചതിന് ശേഷം അതിന്റെ ഓവർ ഫ്രൂട്ടായി മാറും അല്ലെ. ഫ്രൂട്ടായി മാറുമ്പോ ഇതൊന്ന് ഫ്രൂട്ടായി വെച്ചിട്ട് എത്തിക്കുമ്പോൾ നിങ്ങള് ആ വഴുതനങ്ങ എടുത്ത് നോക്കൂ. വഴുതനങ്ങ തന്നെ തരുന്നുണ്ട്. വഴുതനങ്ങ ഇങ്ങനെ വഴുതനങ്ങ ഉണ്ടാവും. ഇതെന്തുവാ ഇതിനകത്ത് കാണും. അതാണ് കാലിക്സ് പൊഴിഞ്ഞു പോയില്ല, നശിച്ചില്ല. അതിന്റെ പ്രത്യേക സ്വഭാവമാണ്. എന്ത് കാലിക്സിന്റെ പ്രത്യേക സ്വഭാവമാണ് എന്ത്? പെർസിസ്റ്റന്റ് കാലിക്സ്, നശിക്കാത്ത കാലിക്സ്. അത് മുളക് തക്കാളിക്കും കാണും. തക്കാളി പറിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവും, പക്ഷെ ഇനി വരുമ്പോഴത്തേക്ക് പോകുന്നതാണ്. തക്കാളി പാകമാകുമ്പോഴും നിങ്ങൾ തക്കാളി കണ്ടോ, തക്കാളി ഇങ്ങനെ കാണാം. തക്കാളി ഇതവിടെ കാണാം. ഇത് പ്രത്യേക സ്വഭാവം പെർസിസ്റ്റന്റ് കാലിക്സ്. അതൊന്നും ഓർക്കുന്നത് ഫ്രണ്ട്സാണ് ചോദിക്കും. ഓക്കെ, ഫോർ ഡയഗ്രത്തിലേക്ക് പോകാം. നമ്മള് ആദ്യം ഓവറിയാണ് വരയ്ക്കുന്നത്. ആക്സിയൽ പ്ലാസന്റേഷൻ ആണ്. ഇങ്ങനെയാണ് ആക്സിയൽ പ്ലാസന്റേഷൻ. അത് കഴിഞ്ഞിട്ട് എല്ലാ വാൽവേറ്റ് ശേഷം ആണല്ലോ 2, 3, 4, 5 എല്ലാ വാൽവേറ്റുകളും കൊടുക്കുന്നത്. എപ്പിപെറ്റാൽസ് കണ്ടീഷൻ ഇങ്ങനെ അറിയണ്ട. ഒട്ടിരിക്കുന്നത് കാണിക്കുന്നത് എപ്പിപെറ്റാൽസ് കണ്ടീഷൻ. എപ്പിപെറ്റാൽസ് അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടത്. എപ്പിപെറ്റാൽസ് കാണിക്കാൻ ഇങ്ങനെ വരയ്ക്കാം. ദെൻ കൊറോള, സോറി കാലിക്സ്. ഇത് കൊറോളയാണ് വരച്ചത്. എല്ലാം വാൽവേറ്റാണ്. ഇത് എല്ലാം ഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കാൻ ഇങ്ങനെ കൊടുക്കുന്നത്. ഗ്യാമോ പെറ്റാൽസ്, ഗ്യാമോ സെഫാൽസ്. പിന്നെ നമ്മളിങ്ങനെ വരയ്ക്കുമല്ലോ. ഇതെന്തോ മദർ ആക്സിസ്. ഇത് എല്ലാം പൊസിഷൻ ആണ്. പണ്ട് വരയ്ക്കൊക്കെ വരയ്ക്കരുത് അല്ലേ. ഒബ്ലിക് ഓവറി എന്ന് മനസ്സിലായതാ. ഇപ്പൊ ഇതല്ലേ എന്റെ കറക്റ്റ് പൊസിഷൻ. പക്ഷെ ഇത് ഇതാണ് ചരിഞ്ഞല്ലേ. ഇതിങ്ങനെയാണ് നിൽക്കേണ്ടിയിരുന്നത്, പക്ഷെ ചരിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് ഒബ്ലിക് ഓവറി. സോൾനൈസർ മാത്രം പ്രത്യേകതയാണ് ചെടികളിൽ ഒബ്ലിക് ഓവറി ഉണ്ടാവുന്നത്. ഓക്കെ, ചില ഒബ്ലിക് ഓവറി കാണിക്കുന്ന പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലോർ പവർ. ഇത് വരയ്ക്കേണ്ടത് ഞാൻ ഇൻസൈറ്റ് ഇട്ടിരുന്നാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അത് ഓർത്ത് കൊടുക്കുക. ഇത് വരച്ചു കൊടുക്കുക. ഓക്കെ, യെസ്. അടുത്ത ഫാമിലി ലില്ലിയേസി. നിങ്ങളിതെല്ലാം പഠിച്ചോ. അടുത്തത് ലില്ലിയേസി ഫാമിലി. ലില്ലി ഫാമിലി എന്ന് വിളിക്കും. ലില്ലി ചെടികളൊക്കെ ഇതിനകത്ത് അതാണ് കാര്യം. ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഇത്തരം ചെടികൾ ഹെർബ്, ഷബ്, ചെറിയ ട്രീസ് ഒന്നുമില്ല. നിങ്ങളൊക്കെ ചെടികൾ ഉണ്ടാകും. അതിന്റെ പ്രധാന അണ്ടർഗ്രൗണ്ട് ബൾബ് ഉണ്ടാക്കുക ഒരു പ്രത്യേക സ്വഭാവമാണ്. ഉള്ളി, സവാള, ഉള്ളി ഒക്കെ ബൾബെല്ലാം ഉണ്ടാകുന്നത് അണ്ടർഗ്രൗണ്ട് ബൾബ് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ്. ചിലത് കോം ഉണ്ടാവാറുണ്ട്, ചിലത് റൈസോം ഉണ്ടാവാറുണ്ട്. റൈസോം ഇഞ്ചി, കോം ചേനയാണ് എക്സാമ്പിൾ. പിന്നീട് അണ്ടർഗ്രൗണ്ട് ബൾബ് എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ്. പക്ഷെ ഇത് വളരെ ചെറിയ ചില ഫാമിലിയിലെ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. ഒട്ടുമിക്കലും ബൾബാണ് ഉണ്ടാകുന്നത്. കോം ചേന ഇതിനകത്ത് വരുന്നതല്ല. ചേന പോലെയുള്ള മണ്ണിനടിയിൽ കാണപ്പെടാതെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുകളുണ്ട്. അതുപോലെ റൈസോം, ഇഞ്ചി പോലെ വളരുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുകളും ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് കാണുന്നത്. പിന്നെ അത് പെരനിയൽ ഹെർബ്. ഇതെല്ലാം തന്നെ പെരനിയൽ ഹെർബാണ്. പെരനിയൽ ചേർന്നത് ഉള്ളി നിങ്ങൾ നട്ടേക്കുന്നു, ഉള്ളി കുറച്ച് ഉണങ്ങി പോകുന്നു, പക്ഷെ അതിന്റെ ആ സ്റ്റെം അവിടെ കാണും കിളിച്ചു വരും അല്ലെ. ഇഞ്ചി നിങ്ങൾ നട്ടു ഉണങ്ങിപ്പോയി, പക്ഷെ മണ്ണിനടി ഇഞ്ചി കിടക്കുന്നത് വേണ്ടി കിളിച്ചു വരും. ഇതാണ് പെരന്നേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ഹെർബുകളാണ് കൂടുതൽ, പെരനിയൽ ഹെർബുകളാണ്. ദെൻ ലീവ്സ് പാരലൽ വീനേഷൻ. മോണോക്കോട്ടാണ് ഓർത്തോ. ഇതാണ് മോണോക്കോട്ട് ഫാമിലി. മറ്റേ രണ്ട് ഡൈക്കോട്ട്. പക്ഷേ അങ്ങനെ ചോദിച്ചിരുന്നു, റൈറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ഫ്ലവർ ഓഫ് എ മോണോക്കോട്ട് ഫാമിലി യു ഹാവ് സ്റ്റഡീഡ്. അപ്പൊ മോണോക്കോട്ട് ഫാമിലി ഏതാണ്? ഇത് അല്ല. മോണോക്കോട്ട് ഫാമിലി യു ഹാവ് സ്റ്റഡീഡ് എന്ന് വെച്ച് കഴിയുമ്പോൾ ലില്ലിയേസി ഓർത്തോ. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ലില്ലിയേസി മോണോക്കോട്ടാണ്. അതിനകത്ത് വരുന്ന ചെടികളുടെ പ്രധാനപ്പെട്ട സ്വഭാവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പുസ്തകത്തിലുണ്ട്.
അതിനനുസരിച്ചിട്ട് കാണിക്കുന്നത് ഇമ്പോർട്ടന്റ് കാര്യങ്ങളല്ല. ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. ഇതിന്റെ ഫ്ലവറിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്ലവർ സോളിറ്ററി ഓർ സൈമോസ്, അത് ഇൻഫ്ലോറസൻസിനെ കുറിച്ച്. പൂങ്കുല, അതിന് പൂക്കള് സോളിറ്ററി ആയിരിക്കും, ഇപ്പൊ ചെമ്പരത്തിയെ പോലെ ഒറ്റപ്പൂ. അല്ലെങ്കിൽ സൈമോസ് ഇൻഫ്ലോറസൻസ് ആയിരിക്കും. എന്തല്ല റെസിമോസ് അല്ല. സൈമോസ് ഇൻഫ്ലോറൻസ് അല്ല, റെസിമോസ് അല്ല. റെസിമോസ് ഒരെണ്ണത്തിലുള്ള ഏതാണ് ഫേറ്റേഴ്സ്, സൈമോസ് ഇൻഫ്ലോറസൻസ് ആയിരിക്കും. ഇനി വേറൊന്നും ഉണ്ടാകാൻ പറയുന്നത് മേ ബി ഇസ് കാൾഡ് അമ്പലേറ്റ് ക്ലസ്റ്റർ. അമ്പലേറ്റ് ക്ലസ്റ്റർ എൻട്രൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്പലേറ്റ് ക്ലസ്റ്റർ എന്താണ് ഈ അമ്പലേറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്? അമ്പൽ ഇൻഫ്ലോറൻസ് എന്ന് പറയുന്നതാണ്. അതായത് ഇത് ഒരു തണ്ടിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊച്ചു കൊച്ചു പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം പൂക്കളാണ്. കണ്ട ഇങ്ങനെ നിൽക്കുന്നത് ഉള്ളിപ്പൂ. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വന്നിട്ടുണ്ട് ഉള്ളിപ്പൂ. ഇതിനെ ഞാൻ അനുസരിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഇതിനാണ് അമ്പൽ ഇൻഫ്ലോറൻസ്. അമ്പൽ എന്ന് പറയും. അമ്പൽ ഇൻഫ്ലോറൻസസ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫ്ലോറൻസ് രണ്ടു തന്നെ കാണുന്നുണ്ട്. ഇത് പൂക്കളെല്ലാം ഒരേ ലെവലിൽ വരുന്നത്. ഇത് മൊട്ടാണ്, ഇത് വിടുന്ന പൂവാണ്. പക്ഷെ മൊട്ട വിടുന്ന പോലെ ഒരേ ലെവലിൽ വരും. അങ്ങനെയാണെന്ന് വിളിക്കുന്നത് അമ്പൽ. ഇതിങ്ങനെ കാണും. ഇതാണ് അമ്പലേറ്റ് ക്ലസ്റ്റർ. ഇത് അമ്പൽ ഇങ്ങനെ കാണുന്നത് അമ്പലേറ്റ് ക്ലസ്റ്റർ. നിങ്ങളുടെ ഉള്ളിപ്പൂനകത്ത് ഇങ്ങനെ കാണും അമ്പലേറ്റ് ക്ലസ്റ്റർ. അപ്പോൾ ദിസ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫാമിലി കാൾഡ് ഇൻ കേസ് ഇറ്റ് ഈസ് ഫ്ലവേഴ്സ് മേ ബി അമ്പലേറ്റ് ക്ലസ്റ്റർ. ഓക്കെ, അത് പുസ്തകത്തിലുള്ളതാണ്. എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒക്കെ വരച്ച് വെച്ചേക്കണേ. അമ്പലേറ്റ് ക്ലസ്റ്റർ. ഇനി നമ്മൾ ഫ്ലവറിലേക്ക് പോവാണ്. ഫ്ലവർ ബൈസെക്ഷുവൽ, ആക്ടിനോമോർഫിക്. ബൈസെക്ഷുവൽ, ആക്ടിനോമോർഫിക്. അപ്പൊ നമ്മൾ ഫ്ലവർ ഫോം എഴുതി നോക്കാം. ബൈസെക്ഷുവൽ, ആക്ടിനോമോർഫിക് അല്ലേ? ഇനി അടുത്തത് ഫ്ലവർ ഇത് കാലിക്സ്. അതിന് കുറേ ആംബിഷൻ കഴിഞ്ഞല്ലേ. പക്ഷെ ഇവിടെ എന്താണ് ലില്ലിയേസിയ ഫാമിലി ലില്ലി ചെടിക്ക് എന്തില്ല? കാലിക്സ് കുറവല്ല, പകരം പെരിയാന്നാണ് അല്ലേ? പെരിയാന്തിന് യൂണിറ്റിന് പേരുണ്ട്. പെരിയാന്തിന്റെ യൂണിറ്റിന് പേരുണ്ട് കപ്പൽ. കാലിക്സ്, സെപ്പൽ, കൊറോള, പെറ്റൽ, പെരിയാന്ത്, ടപ്പൽ. ഒരു കാര്യം ഇപ്പം വെള്ളയ്ക്ക, തെങ്ങിന്റെ വെള്ളയ്ക്ക എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളയ്ക്ക പനി ചെവിട്ടി ഇങ്ങനെ തൊപ്പി പോലെ കാണുമല്ലോ. അത് ഇളക്കെടുത്ത് 5-6 കാണുന്നത്. അങ്ങനെ ഓരോന്നിനെ ഞാൻ വിളിക്കുന്ന കപ്പൽ എന്നാണ്. മൊത്തത്തിൽ പെരിയാൻ. കാലിക്സ്, മൊത്തത്തിൽ കാലിക്സ്, ഓരോന്നിനെ സെപ്പൽ, മൊത്തത്തിൽ കൊറോള, ഒന്നതിന് പെറ്റ്, മൊത്തത്തിൽ പെരിയാന്ന് പറഞ്ഞത് ടപ്പൽ. ടപ്പല് ടപ്പൽ. ഈ ടപ്പൽ എത്ര കാണുന്നത്? 6 കാണും. പക്ഷെ 3 + 3 എന്ന ക്രമത്തിലാണ് കാണുന്നത്. 6 കാണും. പക്ഷെ 3 ഒരു വേർഡ്, അടുത്ത 3 അടുത്ത വേർഡ് ചുരുള, 2 ചുരുളായിട്ടാണ് കാണുന്നത്. 3 + 3 6 കാണും. അതൊരു പ്രത്യേകത. ഓക്കെ, ഓർക്കാം. ഇനി ഇതിനകത്ത് അങ്ങനെയാണ് കാണാം. 3 + 3 കാണും. പിന്നെ ട്യൂബുലാറായി, ട്യൂബിൽ പോലെ ട്യൂബുലാറായി എന്ന് വെച്ചാൽ എന്താ? കുഴൽ പോലെ ചെയ്യും. അതായത് മനസ്സിലാകും ട്യൂബുലാർ എങ്ങനെയാണെന്ന് കണ്ടോ. ഇവിടെ വരുമ്പോഴായിരിക്കും ഇങ്ങനെ 1, 2, 3, 4, 5 ഇങ്ങനെ കാണാം. അത് 3 ഒരു വേർഡ്, 3 ഒരു വേർഡ്, അങ്ങനെ കാണും. അത് ഇതാണ് ഇവിടെ ട്യൂബുലാർ, കൊളാമ്പിക് പോലെ. സോ ഇറ്റ് ഈസ് ട്യൂബുലാർ. ഇതെല്ലാം നിങ്ങൾ ഈ പുസ്തകങ്ങൾ അതുപോലെ എഴുതി പഠിക്കണം. ഇൻസൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് പുസ്തകത്തിനകത്തുണ്ട്. അതുപോലെ ഇനി ആൻട്രീഷൻ, സ്റ്റേമൻ എത്രണ്ണം? 6 ഉണ്ടായി. 6 സ്റ്റേമൻ. പക്ഷെ അത് എങ്ങനെയാണ്? 3 + 3 എന്ന ക്രമത്തിലാണ്. 3 ഒരു വേർഡ്, 3 അടുത്ത വേർഡ്. അതെങ്ങനെയാണ്? എന്താ 3 + 3 നമ്മൾ പടം വരയ്ക്കും മനസ്സിലാവും. 6 സ്റ്റേമൻ ഉണ്ട്. 3 + 3 എന്ന രീതിയിലാണ് കാണപ്പെടുക. അത് പ്രത്യേകതയാണ്. 6 എന്താ? 3 + 3 6 എന്നാണല്ല. ഇനി ഇത് പെരിയാന്തിൽ ഒട്ടിയിരിക്കുകയാണ് അല്ലേ? ഇറ്റ് ഈസ് അറ്റാച്ച് വിത്ത് പെരിയാന്ത്. പെരിയാന്തിൽ ഒട്ടിയിരിക്കുന്നത് വിളിക്കുന്നത് എപ്പിഫിലസ് എന്നാണ്. പുസ്തകത്തിനകത്ത് എപ്പിറ്റപ്പാലസ് എന്നാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതൊരു പ്രയോഗം തെറ്റാണ്. എപ്പിറ്റപ്പാലസ് പ്രയോഗമില്ല അല്ലെ? എപ്പിഫിലസ് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, എന്നാൽ ഇൻസൈറ്റിനകത്ത് നിങ്ങൾക്ക് പുതിയ പുസ്തകത്തിനകത്ത് പെറ്റാലസ് മാറ്റിയിട്ട്
എപ്പിഫിലസ് എന്നാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചോണം. ഓക്കെ, അതായത് ശരി, എപ്പിഫിലസ് അതാണ് കറക്റ്റ്. എപ്പിഫിലസ് കണ്ടീഷൻ. അടുത്തെന്താണ് ഗൈനീഷ്യം. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം പെരിയാൻ തരാം. അപ്പൊ പി എത്ര ഉണ്ട്? 3 അധികം 3. എ ആൻഡ്രീഷ്യം എത്ര ഉണ്ട്? 3 അധികം 3 6. ഓക്കെ, അതിങ്ങനെ എഴുതുന്നു. അപ്പൊ ഇതിങ്ങനെ ഫ്യൂഷൻ എന്നൊരു പരിപാടിയില്ല. എപ്പി പെറ്റാലിസ് ആകുമ്പോഴത്തേക്കും അത് ആ ചിഹ്നം ഇട്ട് കൊടുത്താൽ അപ്പൊ ഇതാണ് ആൻഡ്രീഷ്യം. എപ്പി ഫിലസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എപ്പിഫിലസ് ഉണ്ട്. പുസ്തകത്തിനകത്ത് ചില എറൈസ് ഒക്കെ ഭാഗത്തുണ്ട് കേട്ടോ. പുസ്തകത്തിനകത്ത് ഈ അടയാളം ഇട്ടിട്ടില്ല, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അതൊക്കെ ഓർത്ത് പഠിക്കണം. അപ്പം ഇതുവേ ഇപ്പൊ എപ്പിഫെരിയാന്തസ് എന്ന കണ്ടീഷനാണ്, അങ്ങനെ വാക്കില്ല, അതുകൊണ്ട് എപ്പിഫിലസ് ആണ്. എപ്പിഫിലസ് അനുസരിച്ച് നമ്മൾ ആ വരയിട്ടുണ്ട്. ഈ ഗൈനീഷ്യം 3 കാർപ്പലാണ്. 3 കാർപ്പൺ എന്താണ്? ട്രൈ കാർപ്പല്ലറി, സിൻകാർപ്പസ്, ഹൈപ്പോഗൈനസ്. ട്രൈകാർപ്പല്ലറി, സിൻകാർപ്പസ്, ഹൈപ്പോഗൈനസ്. അങ്ങനെ എഴുതാം. G3 ഹൈപ്പോഗൈനസ് ആണ് അല്ലേ? സോ ദിസ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഫ്ലവർ ബൈസെക്ഷൽ ആക്ടിനോമോർഫിക്, ബൈസെക്ഷൽ ആക്ടിനോമോർഫിക്. ഇതാണ് ബൈസെക്ഷൽ ആക്ടിനോമോർഫിക്. പെരിയാന്താറുള്ളത് ചപ്പൽ 6 3 അധികം 3. ആൻഡീഷ്യം 3 സ്റ്റാമിനുണ്ട്, 3 അധികം 3 6 സ്റ്റാമിനുണ്ട് 6. പക്ഷേ എപ്പിഫിലസ് ആണ്. സോ ഗൈനീഷ്യം 3 കാർപ്പൽ, സിൻകാർപ്പസ്, ഹൈപ്പോഗൈനസ്. 3 കാർപ്പൽ, സിൻകാർപ്പസ്, ഹൈപ്പോഗൈനസ്. സോ വി ഹാവ് റൈറ്റ് characters also we have written the floral formula. അല്ലേ? ഇനി അതിനകത്ത് വരുന്ന ചില ചെടികളെ കുറിച്ചുള്ള പറയാം. ഇതിനകത്ത് ഇതുപോലെ ചെടികളുണ്ട്. ട്യൂലിപ്പ് എന്നൊരു ചെടിയുണ്ട്. അത് അറിയാം, നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻഷോട്ടിനകത്ത് കാണുന്ന ഒരു ചെടിയാണ് നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ. ഇല്ല, നിങ്ങൾ ഒരു പഴയ തമിഴ് സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് കുമാരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് നമ്മുടെ വിക്രമിന്റെ. ആ പാട്ടിനകത്ത് നടക്കുന്നുണ്ടോ കാണിക്കുന്ന പൂന്തോട്ടമുണ്ട്, അതാണ് ട്യൂലിപ്പിന്റെ. ഞാൻ ഇൻസെക്ട് കാണിക്കുന്നുണ്ട്. ആ പൂക്കളാണ് ട്യൂലിപ്പ്. അത് വരുന്നത് ലില്ലിയസ് ഫാമിലിയിലാണ്. പിന്നെ ഗ്ലോറിയോസ എന്ന ചെടിയുണ്ട്, ഇൻസെക്ട് പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അലോവീര, നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വീട്ടിലുള്ള തന്നെയാണ് അലോവീര. അപ്പൊ ഈ ഒരു കാര്യപ്പെട്ട പ്രാക്ടിക്കൽ ഇതുള്ളതാണ്. അപ്പൊ ഈ അലോവീരയാണ് നിങ്ങൾക്ക് സാധാരണ തരിക, പ്രാക്ടിക്കലി കാണാൻ വേണ്ടി തരിക. ചില പുള്ളിപ്പൂവായിരിക്കും, പുള്ളി ഇതിനകത്ത് വരും കേട്ടോ. നമ്മുടെ ഒണിയൻ ഇതിനകത്ത് വരുന്നതാണ്, ഒണിയൻ. പിന്നെ അസ്പരാഗസ് അഥവാ ശതാവരി. പിന്നെ കോഴ്ചിക്കം എന്നൊരു ചെടിയുണ്ട്, കോഴ്ചിക്കം ഓട്ടംനെയിൽ എന്നൊരു ചെടിയാണ്. ഈ കോഴ്ചിക്കം ഓട്ടംനെയിൽ എന്ന ചെടി ഈ ഫാമിലി വരുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കുക? ട്യൂലിപ്പ്, ഗ്ലോറിയോസ, അലോ എന്ന് വെച്ചാൽ അലോവീരയാണ്. പിന്നെ ഒണിയൻ വരും. പിന്നെ വെളുത്തുള്ളി, ഗാർലിക് ഇതിനകത്ത് വരും, അത് പുസ്തകത്തിലില്ല. പിന്നെ അസ്പരാഗസ്, ശതാവരി, ദെൻ കോഴ്ചിക്കം ഓട്ടംനെയിൽ എന്ന് പറയുന്ന കോൾക്കിസൈൻ എന്ന ചെടി. കോൾക്കിസൈൻ എന്ന ചെടിക്ക് പ്രത്യേകത ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒരു കെമിക്കൽ കോൾച്ചിക്കം എന്ന് പറയുന്ന ഒരു ചെടിക്ക് അത് കോൾക്കിസൈൻ എന്നൊരു കെമിക്കൽ എടുക്കുന്നുണ്ട്. കോൾക്കിസൈൻ അത് മ്യൂട്ടേഷൻ ഉണ്ടാക്കും, സെല്ലിനകത്ത് മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന കെമിക്കലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. നമുക്ക് അതിന്റെ ഫ്ലോറൽ ഫോർമുല കൂടി, ഫ്ലോറൽ ഡയഗ്രം കൂടെ വരച്ച് നോക്കാം. ആയിക്കാണ് ട്രൈ കാർപ്പല്ലറി ആണ് ഞാൻ പറയുമ്പോൾ 3 കാർപ്പൽ വരച്ചു. സിൻകാർപ്പസ് ആണ്, സിൻകാർപ്പസ്. ആക്സൈഡ് പ്ലാസന്റേഷ വരച്ചു. അത് കഴിഞ്ഞ് 3 പെറ്റൽസ് ആണ്. ടെപ്പൽസ് 3 ഇത് ഫ്യൂസ്റ്റാണ്. യാമോ ടപ്പാൽസ് ടപ്പൽസ് ഫ്യൂസ്റ്റാണ്. പി അധികം 3 ഒരു റോയിലാണ്. അതാണ് പി 3. അടുത്ത 3 അടുത്ത റോയിലാണ്. അതാണ് അടുത്ത 3 അധികം 3 ഇതുകൊണ്ടാണ്. ഇത് 3 ഒരു റോയിൽ കണ്ടോ. ഇത് 3 ഒരു റോയിൽ. അടുത്ത 3 വേറെ റോയില്ല. അതാണ് 3+3. ഞാൻ പറഞ്ഞത് നോക്കി, ഇതിനകത്തെല്ലാം തന്നെ സ്റ്റേമൻസ് എന്തുണ്ട്? 3+3. ഇതിനകത്തൊരു സ്റ്റേമൻ, ഇതിനകത്തൊരു സ്റ്റേമൻ. അടുത്ത 3 ഇതിനകത്ത പുറത്തുള്ളതിലാണ് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അതാണ് 3+3 ഇട്ടതുകൊണ്ടാണ്. 3+3 ആ കാര്യം
ഒരു 3 അകത്തുള്ളതിനകത്ത് 3 പുറത്തുള്ളതിനകത്ത് പിന്നെ ഇതതിന്റെ മദർ ആക്സിസ് ഫോർവേഡ് നോക്കില്ല കണ്ടില്ല. ഇതൊക്കെ ഈസി അല്ലേ, പഠിച്ചോണ്ട് ഇതൊക്കെ കേട്ടോ. പരീക്ഷ പറയത്തില്ല, പക്ഷെ പടം തന്നിട്ട് ഏത് ഫാമിലിയാണെന്ന് അതിന്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ചോദിക്കാം. സോ ഇതൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഓക്കെ, ദീസ് ആർ അപ് ടു ദിസ് ഏരിയ വി ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. അപ്പോൾ പുസ്തകം അവസാനം കൊടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് വേറെ ഇട്ട് തരാം. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് പരീക്ഷ എൻട്രൻസിന്റെ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇതുവരെ ഉള്ളത് ഉൾപ്പെടുത്തി ഒരു ക്വസ്റ്റ്യൻ ഇട്ടുന്നെങ്കിൽ ചാപ്റ്റർ മാത്രമല്ലാത്ത ക്വസ്റ്റ്യൻസ് കുറഞ്ഞു. ചാപ്റ്റർ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ എഴുതേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ പഠിക്കേണ്ടത് എൻ്റെ പേര് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മള് ഈ പുസ്തകത്തിൽ തുടക്കത്തിൽ എന്താ പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്ലാന്റ് കിങ്ഡത്തെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ബാഹ്യഘടനയെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. പൂക്കള്, ഇല, അതിന്റെ ഘടനകൾ, ക്രമീകരണങ്ങൾ, അത്തരം കാര്യങ്ങൾ പഠിച്ചു. ഇനി അതിന്റെ അകത്തോട്ട് ചാടിക്കാറാണ്. അകത്തെന്തായിരിക്കും അല്ലെ. ഇപ്പൊ ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ ചെടിയുടെ ഇല വാടി നിൽക്കുന്നു വെയിലത്ത്. നിങ്ങൾ ഇത്തിരി വെള്ളം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇലയുടെ വാടൽ മാറുന്നു അല്ലെ. അതുപോലെ പിന്നെ വളം ഇട്ട് കൊടുത്താൽ ചെടി നന്നായി വളരുന്നു. മണ്ണിൽ ഒഴിക്കുന്ന ജലം എങ്ങനെ ഇലയിലെത്തുന്നു, ഇലയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം അങ്ങനെ വേരിലെത്തുന്നു. അപ്പൊ അങ്ങനെ പോകാത്ത അകത്തൂടെ ഉള്ള ഘടന എന്താണ്? ഇതിനൊക്കെ നമുക്ക് കുറെ സംശയങ്ങളില്ലേ അല്ലേ. ഇപ്പൊ നിങ്ങൾ തന്നെ പുറത്തു നോക്കി, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വായിൽ കൂടെ കഴിക്കുന്നു, അതിൽ കൂടെ തന്നെ ശ്വസിക്കാനും കഴിയും. അതുപോലെ തന്നെ മൂക്കിൽ കൂടെ ശ്വസിക്കാൻ കഴിയും. ഇതെല്ലാം കൂടെ തൊണ്ടയുടെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം ഒരു ഭാഗത്തേക്ക് പോകുന്നു, വായു വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ പോകാനുള്ള കാരണം എന്താ? അവിടെ ഒരു കുഴലാണോ 2 കുഴലാണോ ഇരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. 2 കുഴലുണ്ടെന്നൊക്കെ അറിയാം അല്ലെ. ഫാരിങ്സിൽ 5 കുഴലുകളും ചേർന്ന ഭാഗമാണ് ഫാരിങ്സ് അറിയാം അല്ലെ. എന്താണ്? മൂക്കിൽ കൂടെയുള്ള കുഴൽ, വായു കൂടെയുള്ള കുഴൽ, ചെവിയിൽ നിന്ന് കുഴലുണ്ട്. മിസ്റ്റേഷ്യൻ എന്നാണ് പഠിച്ചത്. പിന്നെ അവിടെ 2 കുഴൽ താഴേക്ക് വന്നുണ്ട്. ഒന്ന് ആമാശയം, മറ്റൊന്ന് അന്നനാളവും ശ്വാസകോശത്തിന്റെ ശ്വാസനാളവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയത്? കൗതുകം കൊണ്ട് ആരെങ്കിലുമൊക്കെ മൃതശരീരങ്ങൾ കീറിയൊക്കെ നോക്കിയിരിക്കും അല്ലേ. ഭക്ഷണം വയറ്റിലിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ എന്തെല്ലാം അവയവങ്ങളുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി? ഇത് മനുഷ്യന് കീറി തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യകാലത്ത് എങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സുശ്രുതൻ പോലെയുള്ള ആൾക്കാർ, അതുപോലെയുള്ള പിന്നീട് ശാസ്ത്ര ചിന്തകര് ഒക്കെ ശവങ്ങളൊക്കെ കീറി നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മുടെ ആന്തരഘടനയൊക്കെ മനസ്സിലായിട്ടുള്ളത്. ചെടികൾക്കകത്ത് എന്താണുള്ളത് അതിനെ കുറിച്ചുള്ള ചിന്ത അല്ലേ. അതിൽ നിന്നാണ് നമുക്കൊരു ശാസ്ത്രശാഖ തന്നെ ഉണ്ട്. അനാറ്റമി. Anatomy. What is anatomy? It's a branch of science that deals with the study of internal structure. Branch of science that deals with the study of internal structure. And tissues. ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കാൻ വേറെ ശാസ്ത്രശാഖയാണ് ഹിസ്റ്റോളജി എന്ന് പറയും. ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കാൻ ഹിസ്റ്റോളജി, സെല്ലിനെ കുറിച്ച് പഠിക്കാൻ സൈറ്റോളജിയാണ്. പക്ഷെ ഇവിടെ അതുകൂടെ ചേർത്ത് പഠിക്കുന്നുണ്ട്. കാരണം പലരും ടിഷ്യൂസ് ഉള്ളിലുള്ളതുകൊണ്ട് പ്ലാന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതുകൊണ്ട് ചേർത്ത് പഠിക്കും. പലരും ടിഷ്യൂസ് പ്ലാന്റിനുള്ളതുകൊണ്ടാണ്. എനിവേ, ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with the study of internal structure and tissues is called anatomy. അത് anatomy എന്താണ്? So branch of science that deals with the study of internal structure and tissues. ഓക്കെ, നമ്മൾ ചെടിക്ക് അകത്ത് എന്താണ്, ചെടിയുടെ ഇലയ്ക്കകത്ത് എന്താണ്, തണ്ടിനകത്ത് എന്താണ്, വേരിനകത്ത് എന്താണ്, എങ്ങനെയാണ് ജലം മുകളിലേക്ക്, എങ്ങനെയാണ് ജലം താഴേക്ക് വന്നത്, എവിടെയാണ് പിന്നെ റൂട്ട് ഹെയർസ് ഉണ്ടാവുന്നത്, എവിടെ നിന്നാണ് ചില ഒരു മാവ് വലുതാകുമ്പോൾ അതിന് പുറത്ത് പാളികളായിട്ട് ഇളകി വീഴുന്നതുകൊണ്ട്, പരിക്കപ്ലാവിന്റെ ഒക്കെ പുറത്ത് പുറംചട്ട ഇളകി വീഴുന്നതുകൊണ്ട് അല്ലേ. ചെടി എങ്ങനെ ശ്വസിക്കും, ചെടിക്ക് ശ്വസിക്കാനുള്ള മൂക്കുകൾ എവിടെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നല്ലേ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും.
സോ വാട്ട് ഈസ് അനാറ്റമി? ഇനി ഇതിന്റെ ആദ്യം പറഞ്ഞു വാട്ട് ഈസ് സെൽ? നമുക്കറിയാം. What is the cell? Cell is a basic structural and functional unit of every living organism. ജീവജാലങ്ങളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. 5ാം ക്ലാസ് വരെ പഠിക്കുന്നതാണ്. നമ്മൾ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കും സെൽ എന്താണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കും. What is a tissue? Tissue is a group of cells having same structure, same function and same origin. Tissue is a group of cells having same structure. Same structure ആയിരിക്കും, then same function and same origin. മൂന്ന് ഒരേപോലെ വരുന്നത്. ഇപ്പൊ അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഭാഗം ചെത്തിയെടുത്താൽ പറയാണ് തൊലിയെ ഉരിയെടുക്കുന്നത്. ചിലപ്പോൾ തൊലി എത്തിയെടുത്താൽ ടിഷ്യൂ. ഞാനിപ്പോൾ തൊലി ഉരിഞ്ഞെടുത്തിട്ടാണ് ടിഷ്യൂ. കാരണം എന്താ? അതിനകത്തുള്ളതെല്ലാം ഒരേ സ്ട്രക്ചറാണ്, ഒരേ ഫംഗ്ഷനാണ്, ഒരേ ഒറിജിനാണ്. അല്ലേ? അതേസമയം ഞാൻ കയ്യിലെ 2 സെല്ല്, പിന്നെ നഖത്തിന്റെ 2 സെല്ല്, മുടിയുടെ 2 സെല്ല്, കണ്ണിനകത്ത് 2 സെല്ല്, എല്ലായിടത്തും ടിഷ്യൂ എന്ന് പറയാനായിട്ട് ഒക്കില്ല. അതിന്റെ സ്ട്രക്ചർ വേറെയാണ്, ഫംഗ്ഷൻ വേറെയാണ്, ഒറിജിൻ വേറെയാണ്. അല്ലേ? സോ വാട്ട് ഇസ് ടിഷ്യൂ? ടിഷ്യൂ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് സെയിം സ്ട്രക്ചർ, സെയിം ഫംഗ്ഷൻ ആൻഡ് സെയിം ഒറിജിൻ. ഓക്കെ ഓക്കെ നമ്മൾ ഇനി അതിനെക്കുറിച്ച് അതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളിനി അനിമൽസിലേക്ക് പ്രവേശിച്ചാൽ അനിമൽസിൽ പലതരം ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട്. അല്ലെ? പ്ലാന്റിനകത്ത് 2 തരം ടിഷ്യൂ സിസ്റ്റംസ്. അനിമൽസിൽ പലതരം ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട്. പുറത്ത് നിങ്ങൾക്ക് നെർവസ് സെൽസ് ടിഷ്യൂസ് ഉണ്ട്. അല്ലെ? നെർവ് ടിഷ്യൂസ്, ബോൺ ടിഷ്യൂസ് ഉണ്ട്, ബ്ലഡ് ടിഷ്യൂസ് ഉണ്ട്. അല്ലെ? റെഡ് ബ്ലഡ് സെൽസ്, RBC, WBC, മസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. അല്ലെ? ഒരുപാട് ടിഷ്യൂ സിസ്റ്റം നിങ്ങൾക്കുണ്ട്. എന്നാൽ പ്ലാന്റിനാകെ 2 തരം ടിഷ്യൂ സിസ്റ്റംസേ ഉള്ളൂ. എന്താണ്? പെർമനന്റ് ടിഷ്യൂ ആൻഡ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഇങ്ങനെ 2 തരം ടിഷ്യൂസ് പ്ലാന്റിനകത്തുള്ളൂ. അതിന്റെ ക്ലാസിഫിക്കേഷൻ വേറെ വരും. പക്ഷെ അനിമൽസ് അങ്ങനെയല്ല, പലതരം ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട്. അതായത് ഫ്ലൂയിഡ് ടിഷ്യൂസ് ഉണ്ട്, ബ്ലഡ്, അതുപോലെ തന്നെ മസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, അത് നെർവസ് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, അതുപോലെ ബോൺ, അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള ടിഷ്യൂ സിസ്റ്റം, ധാരാളം ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട്. You are studying both all in zoology. Here we can study there are only 2 type of tissue systems in plants. അപ്പോൾ അവിടെ ഈ പ്ലാന്റ് വരുമ്പോൾ നമ്മൾ വേറെ വ്യത്യാസം കൊടുക്കും. നോക്കി, അപ്പോ നമുക്കൊരു പ്ലാന്റ് വരുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു കുട്ടിയാണത്. ഒരു ചെടിയാണ്. ചെടിയുടെ ആദ്യത്തെ ഈ മണ്ണ് നമ്മുടെ ദൂരം 15 സെന്റിമീറ്ററാണ്. കുറെ കാലം കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കിയ ചെടി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയും, പുതിയ ഇല വരണം. 5 വർഷം കഴിഞ്ഞ് ഞാൻ ചെടി എടുക്കുക. ഇതിന്റെ ആദ്യം തന്നെ ഈ മണ്ണ് നമ്മുടെ ദൂരം വ്യത്യാസപ്പെടും. ഞാൻ 5 വർഷം കഴിഞ്ഞ് വന്നിട്ട് ചെടി ഇവിടെ കുറെ ഇലകളൊക്കെ ഉണ്ടായി. ഈ ഇല എപ്പോഴും നിൽക്കണം വെച്ചോ, ഈ ദൂരം വ്യത്യാസപ്പെടും ഇല്ല, ഈ ദൂരം വ്യത്യാസപ്പെടുത്തില്ല. അത് അറിയണം. നിങ്ങൾ തെങ്ങിനകത്ത് നിങ്ങൾ തെങ്ങ കയറാൻ വേണ്ടിയിട്ട് കാല് വെച്ച് കയറാൻ വേണ്ടി വെട്ടിയെടുത്ത് ആ പൊക്ക എല്ലാ കാലത്തും ഒരുപോലെ മാറത്തില്ല. അതിന്റെ അർത്ഥം എന്താ പറയുക? ചെടിയിൽ ഗ്രോത്ത് അല്ല ഈ ഭാഗത്ത് മാത്രമേ, ഇവിടെ മാത്രം ഈ ഭാഗത്ത് മാത്രമേ ഗ്രോത്ത്. അത് എന്താ? അതുപോലെയാണ് മനുഷ്യന്റെ വളർച്ച. അങ്ങനെയാണോ? ചെടി വളരുന്നതൊക്കെയാണ് മനുഷ്യൻ വളർന്നതെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് ഈ അഗ്രഭാഗം മാത്രമല്ല, ഇവിടെ മാത്രമല്ല ചെടിയുടെ ഗ്രോത്ത്. പക്ഷെ ജന്തുക്കളുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒന്നുമല്ല. അല്ലേ? This growth in plants are at certain regions, specific regions. Where plants it is in equational ആണ്. എല്ലായിടത്തും ഒരുപോലെയാണ്. കൈ വലുതാകുമ്പോൾ വിരൽ വലുതാകും, വിരൽ വലുതാകുമ്പോൾ നാമം വലുതാവും. അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ്. അപ്പൊ ചെടി വളർന്നതൊക്കെയാണ് മനുഷ്യ കുഞ്ഞ് വലുതാകുന്നെങ്കിൽ തല മാത്രമേ വലുതായി. ഇങ്ങനെയാണോ വലുതാകുന്നത്? അല്ല, ശരീരം മൊത്തത്തിൽ വലുതാകും. അത് അനിമൽസിന്റെ പ്രത്യേകത. അപ്പൊ പ്ലാന്റ്സിൽ ഗ്രോത്ത് in certain regions only. They are the tips of fruits. ഷൂട്ടിന്റെ അഗ്രങ്ങളിലായിരിക്കും. ആനിമൽസ് ഗ്രോത്ത് ഈസ് പ്രൊപ്പോർഷണൽ, അനുപാതികമാണ്. കൈ വലുതാകുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് നോക്കൂ. കുഞ്ഞ് വലുതാകുന്നതനുസരിച്ച് കൈ വലുതാകുമ്പോൾ കൈപ്പറ്റി വലുതാകും, വിരലുകൾ വലുതാകും, കാല് വലുതാകും, ശരീരം വലുതാകും, തലയും വലുതാകും. ശരിക്കാനായില്ല ഗ്രോത്ത് ഈസ് അറ്റ് സർട്ടൻ റീജിയൻസ്. മനസ്സിലായി? ഇതനുസരിച്ച് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരാളുടെ കാലില് ഒരു മുറിവിന്റെ അടയാളമുണ്ട്. തറയുന്ന 5 സെന്റിമീറ്റർ ദൂരമാണെന്ന് വെച്ചു. ഓക്കെ, ഒരു 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 5 വയസ്സുള്ള കുട്ടിയാന്ന് വെച്ചോ,
ഈ കുട്ടിക്ക് 10 വയസ്സാകുമ്പോൾ ഈ കാലിന്റെ അടയാളം ഇതേ ദൂരം തന്നെ ആയിരിക്കും കൂടും. 5 വയസ്സുള്ള കുട്ടിയുടെ കാലിൽ ഒരു അടയാളമുണ്ട്. തറയിൽ 5 സെന്റ് ദൂരത്തിലാണ്, പൊക്കത്തിലാണ്. കുട്ടിക്ക് 10 വയസ്സാകുമ്പോൾ ഈ ദൂരം കൂടുക കുറയും, കൂടും. കാരണം ആനുപാതിക ഗ്രോത്താണ്, അതല്ലേ. പക്ഷെ ചെടിക്ക് ഉണ്ടാകത്തില്ല. ഇത് 2 വർഷമൊക്കെ ചോദിച്ചാണ് ഒരു കുട്ടി 1 വർഷം 1 മീറ്റർ വെച്ച് വലുതാവുന്ന ഒരു മരത്തിൽ തറയിൽ നിന്നും ഒരു കുട്ടി 2 മീറ്റർ വരെ ആണി അടിച്ചു. 5 വർഷം കഴിയുമ്പോൾ ഈ പൊക്കം എത്ര ആയിരിക്കും? മനസ്സിലായോ? 1 വർഷം 2 മീറ്റർ ഉയരത്തിൽ വളരുന്ന 2 മീറ്റർ വീതം വളരുന്ന ഒരു ചെടിയുടെ മരത്തിന്റെ തറയിൽ നിന്നും 5 മീറ്റർ ഉയരത്തിൽ ഒരു ആണി അടിച്ചു. 5 വർഷം കഴിയുമ്പോൾ ഈ ആണിയും തറയിൽ നിന്നും ദൂരം എത്ര? ഇന്നത്തെ ഉത്തരം 5 മീറ്റർ തന്നെ അല്ലേ? കാര്യം എന്താ? ചെടിയുടെ ഗ്രോത്ത് എപ്പോഴും അഗ്രങ്ങളിലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഇതൊരു കാര്യം മനസ്സിലായി, ചെടികൾക്ക് ഗ്രോത്ത് എപ്പോഴും എന്താണ്? In plants growth is at a certain regions where in animals growth is proportional. മനസ്സിലായില്ല? ഓക്കെ, ഞാൻ പറഞ്ഞു അനിമൽസിൽ ഗ്രോത്ത് പ്രൊപ്പോർഷണലാണ്, പ്ലാന്റ്സിൽ അറ്റ് സർട്ടൻ റെസ്ട്രിക്റ്റഡ് പോയിന്റ്സിലാണ് പറഞ്ഞു. അത് ഒരു ഏരിയ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പ്ലാന്റ്സിൽ തിരിച്ചു പോകണം. പ്ലാന്റ്സിൽ 2 ടിഷ്യൂസേ ഉള്ളൂ. അതൊക്കെ നോക്കൂ. ഒരു ചെടി വലുതാക്കുന്നു, വീണ്ടും ഇവിടെ നിങ്ങൾ വെച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവിടെ എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് കാണും. സോ ദേ ആർ ഡിവൈഡിങ് ടിഷ്യൂസ്. ഇവിടെ ഡിവിഷൻ അവസാനത്തെ ടിഷ്യൂസ് ആയിട്ട് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ വളരാത്തത്. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ ഇവിടെ വയ്ക്കുന്നത്, ഇവിടെ നിന്ന് ഡിവിഷൻ നടക്കുന്നില്ല. അപ്പൊ നോൺ ഡിവൈഡിങ് ടിഷ്യൂസ്. ഡിവൈഡിങ് ടിഷ്യൂസ് വിളിച്ച പേരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അഥവാ മെരിസ്റ്റംസ് എന്ന് പറയും. നോൺ ഡിവൈഡ് ആണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന്. So what are 2 types of tissues present in plants? Meristematic tissues are meristem and the permanent tissue. ഏതാണ് ഡിവൈഡിങ് ടിഷ്യൂ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. എന്താ നോൺ ഡിവൈഡിങ് ടിഷ്യൂ? പെർമനന്റ് ടിഷ്യൂ. 2 ടിഷ്യൂസ് ഉള്ളൂ. വളരുന്ന അഗ്രഹങ്ങളിലുള്ളതെല്ലാം ഡിവൈഡിങ് ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു കാര്യം എവിടെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇരിക്കുന്നത് കണ്ടുപിടിക്കാം. എവിടെ ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ എവിടെ ഡിവിഷൻ ഉണ്ടോ അവിടെ എല്ലാം തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആയിരിക്കും അല്ലെ? wherever there is division, that is മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അവിടെ ഡിവിഷൻ നടക്കുന്ന തെളിവെന്താണ്? അവിടെ ഗ്രോത്ത് ഉണ്ടാവും. സോ that is a region called മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അഥവാ മെരിസ്റ്റംസ്. എന്നാൽ നോൺ ഡിവൈഡിങ് ടിഷ്യൂസ് എവിടെ ഉണ്ടാവും? അത് ഡിവിഷൻ വളരെ വിധേയമാകുന്നില്ല, അങ്ങനെയുള്ളത് ഗ്രോത്തും ഇല്ല. ഇത് പെർമനന്റ് ആണ്, സ്ഥിരകോശങ്ങൾ അല്ലെ? അതാണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ചോദ്യം, എവിടുന്നാണ് പെർമനന്റ് ടിഷ്യൂ ഉണ്ടാകുന്നത്? ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡ് ചെയ്താണ് പെർമനന്റ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ചെടി ഇത്രയാണ്, അടുത്ത ദിവസം ചെടി ഇത്രയായിരുന്നു. ഇത്ര ഭാഗത്തെ ഗ്രോത്ത് ഇവിടെ പുതിയ ടിഷ്യൂ ഉണ്ടായിരുന്നതാണ്. ഇതിന് ഡിവൈഡ് ചെയ്തായിട്ടുള്ള ടിഷ്യൂസ് ആണ്. സോ വാട്ട് ഇസ് ഒറിജിനൽ പെർമനന്റ് ടിഷ്യൂ? ഫ്രം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഈ ചെടി ആദ്യം എങ്ങനെയായിരുന്നു? ഒരു സീഡിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് ഒന്നാണ്, ഇത്രയായി, പിന്നെ ഇത്രയായി. അപ്പൊ ഇവിടുന്നെല്ലാം ഈ അകത്തേക്ക് മെരിസ്റ്റം ഡിവൈഡ് ചെയ്ത് താഴേക്ക് പുതിയ ടിഷ്യൂസിനെ വിടുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഇത് നീളം വെക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഈ പെർമനന്റ് ടിഷ്യൂ ഇസ് ഡെവലപ്ഡ് ഫ്രം ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലേ? സോ വാട്ട് ഇസ് ഒറിജിൻ ഓഫ് പെർമനന്റ് ടിഷ്യൂ? പെർമനന്റ് ടിഷ്യൂ ഒറിജിൻ ഫ്രം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അത് ഓർത്തോ. ഇനി ഇതിൽ ഏത് ടിഷ്യൂവിനാണ് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസിനെ ഉണ്ടാക്കാനുള്ള കഴിവുള്ളത്? അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനാണ്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ക്യാൻ ഡിവൈഡ് ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ ടിഷ്യൂ. സോ ദേ ആർ കാൾഡ് formative tissue. So meristem tissue is also called as formative tissue. Why? Because meristem tissue can divide and produce new tissues, which is helping for the formation of new tissue. So it is called a formative tissue. Nageli എന്ന സയന്റിസ്റ്റ് ആണ് ഈ ടേം കൊണ്ടുവന്നത്. അത് പഠിച്ച ആൻസറിന്റെ പുസ്തകത്തിലില്ല. Nageli a scientist, he has proposed the term formative tissue അഥവാ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഇപ്പൊ എത്ര പോയിന്റ് ഞാൻ പറഞ്ഞു? In plants there are 2 types of tissues. അതൊക്കെയാണ് ഡിവൈഡിങ് ടിഷ്യൂസ് ആൻഡ് പെർമനന്റ് ടിഷ്യൂസ്. ഡിവൈഡിങ് ടിഷ്യൂസ് ആൾസോ called as
Meristematic tissues of the meristem is also known as formative tissue. Who proposed the term? The term meristematic tissue? Nankivili. So what is the permanent tissue? It is a non-dividing tissues are called permanent tissue. What is the origin of permanent tissue? Permanent tissue originates from meristematic tissue. പിന്നെ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഇത് എവിടെയൊക്കെ കാണും, ഇത് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം നോക്കാം. ആദ്യം നമുക്ക് ഏത് ടിഷ്യൂ കൂടി പഠിക്കാം? സ്റ്റഡി പോയിട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂനെ കുറിച്ച് ആദ്യം പഠിക്കാം. നിങ്ങൾ ഓർത്ത് ഒരു സീഡ് കിളിച്ചു, ഷൂട്ട് ഇങ്ങനെ ഉണ്ട്, പായിട്ട് കൂട്ടുമുണ്ട്. ഷൂട്ടിന്റെ അറ്റത്ത് എന്തായിരിക്കുന്നത്? ഷൂട്ട് ഉണ്ടാകും പ്ലീമ്യൂളിംഗ് ആണ് അല്ലേ? അപ്പൊ പ്ലീമ്യൂളും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് ആക്ച്വലി. ഒരു സീഡിനകത്തുള്ള പ്ലീമ്യൂളും റാഡിക്കളും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. അത് ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ളതാണ്, പക്ഷെ തൽക്കാലം ഡിവൈഡ് ചെയ്യുന്നില്ല. ഒരു ഡോർമൻസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ വെള്ളം നഷ്ടം കിട്ടുമ്പോൾ ഉടനെ ഡിവിഷൻ ആരംഭിക്കുന്നത്. അപ്പൊ ഇവർക്ക് നോക്കാം, ഇതിപ്പോ 100 സെൽസ് ഉണ്ടെന്ന് വെച്ചോളൂ. അത് കുറെ നമ്മൾ ഡിവൈഡ് ചെയ്യും, 200 സെൽസ് ആയി. അപ്പൊ എത്രയുണ്ടെന്ന് വന്നിരിക്കുമല്ലോ. അപ്പൊ എന്തായി? 100 എണ്ണം വീണ്ടും മെരിസ്റ്റമാറ്റിക് ആയിരിക്കും, 100 എണ്ണം പെർമനന്റ്. ഇനി ഈ 100 സെൽ ഒന്നും ഡിവൈഡ് 200 ആവുമെന്ന് വെച്ചു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇത് കുറെ വലുതാണ്. അപ്പോൾ അതിൽ നിന്ന് 100 എണ്ണം മെരിസ്റ്റമാറ്റിക് എന്നെങ്കിൽ ആദ്യത്തെ 100 എണ്ണം അവിടെ ഉണ്ട്, ഇപ്പൊ വീണ്ടും 100 എണ്ണം ഉണ്ടായി അല്ലേ? അപ്പൊ അങ്ങനെ ഡിവൈഡ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യം 100, അത് ഡിവൈഡ് 200 ആയപ്പോൾ 100 എണ്ണം പെർമനന്റ്, 100 എണ്ണം മെരിസ്റ്റമാറ്റിക്. അതൊന്നും ഡിവൈഡ് ചെയ്ത് വീണ്ടും 200 ആകുമ്പോൾ വീണ്ടും 100 എണ്ണം പെർമനന്റ്, 100 എണ്ണം മെരിസ്റ്റമാറ്റിക്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. ഇങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഇത് ഞാൻ പറഞ്ഞത് പരീക്ഷ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ക്യാൻ ഡിവൈഡ് ആൻഡ് പ്രൊഡ്യൂസ് പെർമനന്റ് ടിഷ്യൂ എന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ഇനി what are meristem? നമുക്ക് അറിയാം, meristems are tissues which are always in a state of continuous division. What are meristem? They are tissues in plant which is always in a state of continuous division. Division നടക്കാൻ കഴിവുള്ള ടിഷ്യൂ പേരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. The tissues in plant which is always in a state of continuous division. Okay. ഇനി ഇത് നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ based on position, based on origin അനുസരിച്ച് പൊസിഷൻ അനുസരിച്ച് നമുക്ക് മെരിസ്റ്റമാറ്റിക് ക്ലാസ് ചെയ്യും. ഇപ്പൊ ഞാനൊരു ബ്രാഞ്ച് വരച്ചു, ഇതിന്റെ അഗ്രത്താണല്ലോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഇവിടെ എല്ലാം എന്താണ്? പെർമനന്റ് ടിഷ്യൂ. ഇത് പെർമനന്റ് ആണ്, ഇത് മെരിസ്റ്റമാറ്റിക് അല്ലേ? അപ്പൊ ഇവിടെ ഒരു ഇലയിരിക്കുന്നു. അപ്പോ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്ന് വലുതായി പ്രൊമോട്ടഡ് ടിഷ്യൂസ് ആയിട്ടുണ്ടാകുമ്പോൾ അത് തന്നെ ചിലപ്പോൾ ലീഫ് പ്രൈമോഡിയ എന്ന സിസ്റ്റം. ലീഫ് പ്രൈമോഡിയ. അപ്പൊ ഈ ഇല വലുതാകണം എന്ന് കരുതുമ്പോൾ ഇതൊരു ഇല കുഞ്ഞിലയാണ്, കുഞ്ഞില വലുതാകുമ്പോൾ ഈ കുഞ്ഞില വലുതാകുമ്പോൾ അതിനുവേണ്ടി കുറച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കൂടെ വേണം. പക്ഷെ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡ് ചെയ്ത് പുതിയ ടിഷ്യൂ ഉണ്ടാകുമ്പോൾ ഇതിവിടെ കാത്തിരിക്കാനും വയ്യ. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് ഈ ഇലയെ വലുതാക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കാനും വയ്യ. അപ്പൊ എന്തെന്നറിയാമോ? ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡ് ചെയ്ത് പെർമനന്റ് ടിഷ്യൂ ഉണ്ടാക്കി വെക്കൊണ്ടേയിരിക്കും. ഇത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഇത് പെർമനന്റ് ആയി. അപ്പൊ ഇവിടെ കുറച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂനെ വച്ചിട്ട് പോകും. എന്തിനാണ് ഈ ഇല വലുതാകാൻ? അങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടോ? ഈ ഇലയുടെ അഗ്രത്ത്, ഈ ഷൂട്ടിന്റെ അകത്ത് കുഞ്ഞിലല്ലേ ഇരിക്കുന്നു. ആ കുഞ്ഞിലെ വലുതാവണം എന്ന് വേണം, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് വേണം. പക്ഷെ ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇതിനകത്തായിരിക്കുന്നത്. പക്ഷെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇവിടെ കാത്തിരിക്കാൻ പറ്റില്ല, കാണുന്നത് ഡിവൈഡ് ചെയ്ത് പെർമനന്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇവിടെ വച്ചിട്ട് ബാക്കിയാണ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം, അഗ്രത്ത് മെരിസ്റ്റം കാണാം. ഇത് മെരിസ്റ്റമാണ്, ഇതാ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് എന്താണ്? ഇത് പെർമനന്റ് ടിഷ്യൂ, ഇത് പെർമനന്റ് ടിഷ്യൂ, ഇത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ശരിയല്ലേ? ഇനി കുറെ കഴിയുമ്പോഴത്തേക്ക് ചെടി വണ്ണം വയ്ക്കും. വണ്ണം വയ്ക്കണമെങ്കിൽ വശത്തായിട്ട് മെരിസ്റ്റം വേണം. ഇവിടെ ഗ്രോത്ത് ഉണ്ടോ അവിടെ എന്ത് വേണം? മെരിസ്റ്റം വേണമെന്ന് എനിക്ക് തോന്നുന്നു. Wherever there is growth, there must be the presence of meristem. അങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ അഗ്രഭാഗത്ത് മെരിസ്റ്റം കാണും. ഇലകൾ വലുതാകുന്നെങ്കിൽ ബ്രാഞ്ച് വലുതാകുന്നെങ്കിൽ അവിടെ മെരിസ്റ്റം കാണും. അതുപോലെ തന്നെ വശങ്ങളിലായിട്ട് മെരിസ്റ്റം കാണും. അപ്പൊ ഈ വശത്തുള്ള മെരിസ്റ്റം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഈ മെരിസ്റ്റം ആണെങ്കിൽ ഇല വലുതാക്കാൻ വേണ്ടി ഇങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വ്യത്യസ്ത ഫംഗ്ഷനാണ് ഡിവൈഡ് ചെയ്യുന്നത്, വ്യത്യസ്ത ഘടനയാണ്, വ്യത്യസ്ത സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 3 മെരിസ്റ്റം ഉണ്ട്. ഒന്ന് അഗ്രത്തിരിക്കുന്ന മെരിസ്റ്റം, മറ്റൊന്ന് 2 പെർമനന്റ് ടിഷ്യൂ ഇടയ്ക്കായിട്ടിരിക്കുന്ന ഒരു മെരിസ്റ്റം,
ഇവിടെ വശത്തായിട്ടിരിക്കുന്ന മെരിസ്റ്റം. ഇതനുസരിച്ച് ഈ മെരിസ്റ്റം പേര് കൊടുക്കാം. എന്താണ്? അഗ്രത്തിരിക്കുന്ന മെരിസ്റ്റം എന്ന് വിളിക്കുന്ന പേരാണ് എപ്പിക്കൽ മെരിസ്റ്റം. എപ്പെക്സ് എന്നാണ്. എപ്പെക്സ് എന്ന് വെച്ചാൽ എപ്പെക്സ് അഗ്രം. അഗ്രത്തിരിക്കുന്ന മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. എവിടെ കാണും? ഷൂട്ടിന്റെ അഗ്രത്തിൽ കാണും അല്ലെ. റൂട്ട് ഇതുപോലെയാണ്. റൂട്ട് എടുത്ത് നോക്കി, റൂട്ടിനകത്ത് അഗ്രത്തിൽ മെരിസ്റ്റം കാണും. എപ്പിക്കൽ മെരിസ്റ്റം. Meristem that is found at the apex of root or shoot is called apical meristem. Okay, so another meristem. Apical meristem can be classified as, and it can be defined as a meristem that is found at the apex of root or shoot. ശരിയല്ല. അപ്പൊ അങ്ങനെയാണെങ്കിലോ ഈ മെരിസ്റ്റം എവിടെ കാണുന്നത്? ഇത് അഗ്രത്തല്ല. പിന്നെ എങ്ങനെ പറയും? ഇത് പെർമനന്റ് ടിഷ്യൂ ആണ്, ഇതും പെർമനന്റ് ടിഷ്യൂ ആണ്. അപ്പൊ ഇത് നമുക്ക് വിളിക്കാം രണ്ട് പെർമനന്റ് ടിഷ്യൂ ഇടയ്ക്കിരിക്കുന്ന മെരിസ്റ്റം വിളിക്കാനാണ് intercalary meristem. Intercalary is called intercalary meristem. It is found in between two permanent tissue. Apical meristem, intercalary meristem. ഇത് എവിടെ കാണുന്നത്? വശത്താണ്. It is called lateral meristem. So what are the three meristems? ഇതെല്ലാം ഡിവൈഡിംഗ് ഇഷ്യൂസ് ആണ് അല്ലേ? നിങ്ങൾ മനസ്സിലായത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മനസ്സിലായല്ലോ. ഇവിടെ ഒരു കുഞ്ഞില ഉണ്ടാവുന്ന ഒരു മുഴയുണ്ട്, അതിനെ ലീഫ് പ്രൈമോഡിയ എന്ന് വിളിക്കുന്നു. അത് വലുതാകും നോക്കി കുറച്ച് മെരിസ്റ്റം അവിടെ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. പക്ഷെ അവർ മെരിസ്റ്റം വെച്ച് കാത്തിരിക്കാൻ ഒക്കത്തില്ല. ഇത് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അത് മെരിസ്റ്റം അവിടെ വെച്ചിട്ടായിരുന്നു. ഞാൻ എക്സാം നിങ്ങളുടെ വീട്ടിൽ 90 വയസ്സുള്ള അപ്പൂപ്പനുണ്ടോ എന്ന് വെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയ്ക്ക് വേണം. 90 വയസ്സ് അപ്പൂപ്പനെ കൊണ്ടുള്ള കാര്യം പുള്ളി കേൾക്കാൻ വയ്യ, കാണാനും വയ്യ. എന്താ പിന്നെ അങ്ങനെ വീട്ടിൽ കൂട്ടിട്ട് വരാൻ പറ്റില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഇങ്ങോട്ട് പറയണേ, അച്ഛൻ ഇങ്ങോട്ട് പറയണേ, നീ ഇവിടെ നില്ലേ, അപ്പോൾ കാര്യം നോക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് വരാം, പിന്നെ പിന്നെ ദിവസം പോകാം എന്ന് പറയുന്നത്. അത് തന്നെ അവിടെ സംഭവിച്ചത്. ഈ ഇല വലുതാകണമെങ്കിൽ അല്പം മെരിസ്റ്റം വേണം. പക്ഷെ ആ മെരിസ്റ്റം ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിന് കാത്തിരിക്കാൻ സമയമാണ്. അത് ഡിവൈഡ് ചെയ്തേക്കത്തുള്ളൂ. അപ്പൊ എന്ത് കുറച്ച് മെരിസ്റ്റം വെച്ചിട്ടു ആ മെരിസ്റ്റം ഇല വലുതാകും. അപ്പൊ ഇതെന്താണ്? ഇത് ഇതുപോലെ തന്നെ ഇന്റർകാലറി മെരിസ്റ്റമാണ്. ആർക്കിടയ്ക്കാണ്? രണ്ട് പെർമനന്റ് ടിഷ്യൂ ഇടയ്ക്കാണ് കാണുന്നത്. ഇന്റർകാലറി മീൻസ് ഇൻ ബിറ്റ്വീൻ. പിന്നെ വണ്ണം വെക്കണം. ഇത് എങ്ങനെ ഉണ്ടായാലും പിന്നെ പറയാം. അതുകൊണ്ട് അപ്പൊ എവിടെ വണ്ണം വെക്കുന്നു അവിടെ മെരിസ്റ്റം കാണും. ഗ്രോത്തല്ലേ ഇവിടെ മെരിസ്റ്റം കാണുന്നത് വശങ്ങളായിട്ടാണ് ഉണ്ടാകുന്നത്. lateral meristem. So what are the three meristem based on position? Apical meristem, intercalary meristem, lateral meristem. What is apical meristem? Apical meristem is a meristem that is found in the apex of the plant body, such as root apex or shoot apex. What is intercalary meristem? That is a meristem found in between two permanent tissues, usually found at the base of any leaf or branch or flower or fruit. In intercalary lateral meristem that is found at the along the side of the plant body, stem or root. But you know, lateral meristem is not. പക്ഷേ റൂട്ടിന് എന്ത് കാണത്തില്ല? ഇന്റർകാലറി മെരിസ്റ്റം കാണത്തില്ല. അണ്ടർസ്റ്റോയിൻ ആണ്. ഇന്റർകാലറി മെരിസ്റ്റം ഈസ് നോട്ട് പ്രസന്റ് ഇൻ റൂട്ട്. കാരണം റൂട്ടിനകത്ത് പിന്നെ ഇടയ്ക്ക് ലീഫും വേറൊന്നുമില്ലല്ലോ. ഇന്റർകാലറി മെരിസ്റ്റം കാണത്തില്ല. അണ്ടർസ്റ്റോയിൻ ആണ് ഓർത്തോ. അപ്പോൾ ഇനി നിങ്ങൾ ഡിഫറൻറ്റ് ചെയ്യുക. വാട്ട് ഈസ് എപ്പിക്കൽ മെരിസ്റ്റം? ദാറ്റ് ഈസ് മെരിസ്റ്റം ഫൗണ്ട് അറ്റ് ദി അപെക്സ് ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട്. വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാലോ, ബൈ ദ ഡിവിഷൻ ഓഫ് എപ്പിക്കൽ മെരിസ്റ്റം പ്ലാന്റ് ബോഡി ഇൻക്രീസസ് ഇറ്റ്സ് ലെങ്ത്. ശരിയല്ലേ? ഇതിങ്ങനെ നീളം കൂട്ടുന്നു, റൂട്ടാണെങ്കിൽ കൂട്ടുവല്ലാകുന്നു. Plant body increases its length. What is intercalary meristem? That is a meristem found between two permanent tissues. What is the function? It increases the length of plant organ such as leaf or branch or fruit or flower etc. So, ചെടിയുടെ ഓർഗനായ ലീഫോ ഫ്ലവറോ ഫ്രൂട്ടോ ബ്രാഞ്ചോ അതൊക്കെ സഹായിക്കും. Then what is lateral meristem? That is a meristem found along the side of the stem or root. What is the function? It increases the thickness. പണ്ണം കൂട്ടുമല്ലേ? thickness വർദ്ധിക്കാൻ ഗിർത്ത് എന്നുള്ള വാക്കുണ്ട്. ഗിർത്ത്. It increases the girth of the plant. Girth എന്ന് വെച്ചാൽ thickness ആണ്. It increases the girth of the plant body. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചത്? We have studied the meristem classification based on position. എവിടെ കാണും? അകത്ത് ഇടയ്ക്ക് വശത്ത്. ശരിയല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതിക്കോണം. എപ്പിക്കൽ മെരിസ്റ്റം, പിന്നെ മൂന്നാമത്തെ അറിയിക്കും ഇന്റർകാലറി മെരിസ്റ്റം, അടുത്തത് ലാറ്ററൽ മെരിസ്റ്റം. അല്ലേ? ലാറ്ററൽ മെരിസ്റ്റം. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. എക്സ്പാൻഡ് ചെയ്തോണേ. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. സ്ഥലത്തിൽ എഴുതുക. അടുത്തെന്താണ്? ബേസ്ഡ് ഓൺ ഒറിജിൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ഒറിജിൻ. നോക്കാം. നമുക്ക് ഒരു CD എന്നാക്കും. അതിൽ നിന്ന് ഫ്ലെയിം ബോർഡ് പുറത്തേക്ക് വിളിച്ചു.
റാഡിക്കൽ പുറത്തേക്ക് വലിച്ചു. കുറെ കഴിഞ്ഞ ശേഷം ഗ്ലീമോട് കുറെ കൂടെ വലുതായി എപ്പിക്കൽ മെരിസ്റ്റം. ഇത് പെർമനന്റ് ടിഷ്യൂ. വീണ്ടും വലുതായി എപ്പിക്കൽ മെരിസ്റ്റം, ഇന്ദ്രകാലിക മെരിസ്റ്റം, വീണ്ടും പെർമനന്റ് ടിഷ്യൂ. ഞാൻ പറഞ്ഞ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് ഉണ്ടായിട്ടുള്ളത് ഈ പ്രൊമോട്ട് ചെയ്ത് ഏത് ചെടി പ്രൊമോട്ട് ചെയ്ത് ചെയ്യാം. ഇവിടെ നല്ല ഉണ്ടായിട്ടുണ്ട് ഈ മെരിസ്റ്റം. ഇതുകൊണ്ട് ഉണ്ടായത് റൂട്ടിനകത്ത് ഇതിവിടെ ഉണ്ടായത് റാഡിക്കൽ നടന്നിട്ടുള്ളത്. അങ്ങനെ എംബ്രിയോയിൽ നിന്ന് വന്നിട്ടുള്ള ഈ മെരിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം മെരിസ്റ്റം ഡെവലപ്പ് ഫ്രം ദ എംബ്രിയോണിക് സ്റ്റേജ് ഇറ്റ്സെൽഫ് അല്ലേ. ഇത് വലുതാ ഈ മെരിസ്റ്റം ഈ പ്ലീമ്യൂളിൽ ഇരിക്കുന്ന മെരിസ്റ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന പ്ലീമ്യൂളിൽ വന്നിട്ട് റാഡിക്കലിൽ വന്നിട്ടുള്ള റാഡിക്കലും പ്ലീമ്യൂളും എന്തിന്റെ ഭാഗമാണ്? എംബ്രിയോയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിക്കൽ മെരിസ്റ്റം എന്തിന്റെ ഭാഗമാണ്? റാഡിക്കലിലും പ്ലീമ്യൂളിലും വന്നിട്ടുള്ള അഥവാ എംബ്രിയോയിൽ വന്നിട്ടുള്ള അതുകൊണ്ടിരിക്കുകയാണ് പ്രൈമറി മെരിസ്റ്റം. സോ വാട്ട് ഈസ് പ്രൈമറി മെരിസ്റ്റം? മെരിസ്റ്റം ദാറ്റ് ഡെവലപ്പ് ഫ്രം ദ എംബ്രിയോ ഇറ്റ്സെൽഫ് ഈസ് കാൾഡ് പ്രൈമറി. ഡെവലപ്പ് ചെയ്താണ് എവിടെ കാണുന്ന അറിയണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ഗംഗാനദി എല്ലാം എഴുതിയാലും ഉത്ഭവിക്കുന്ന ഹിമാലയത്തിൽ നിന്നല്ലേ, അതുപോലെ ഉള്ളൂ. നിങ്ങൾ ഏത് വലിയ മരം എടുത്തോളൂ, വലിയൊരു മാവിന്റെ 500ാമത്തെ ബ്രാഞ്ചിന്റെ അഗ്രത്തിൽ മെരിസ്റ്റം ഇരിപ്പുണ്ടെങ്കിലും അത് പുറമോട്ട് ചിന്തിച്ച് നോക്ക്. പുറമോട്ട് ചിന്തിച്ച് അങ്ങോട്ട് വന്ന് ഇടുന്നത് നമ്മളെ ഈ സിനിമയിലൊക്കെ റിവേഴ്സ് ഇട്ട് കാണുന്നുണ്ട്. റിവേഴ്സ് ഇപ്പൊ ഒരാൾ മുന്നോട്ട് സൈക്കിൾ എടുക്കും, റിവേഴ്സ് ഇട്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറമോട്ട്. ഇപ്പോഴത്തെ CD പ്ലെയറിനൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. CD പ്ലെയറിനൊക്കെ പണ്ട് VCRനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. റിവേഴ്സ് ആയിട്ട് കാണാം, പുറമോട്ട് അടിച്ച് കാണാം അല്ലേ. അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ റിവേഴ്സ് വ്യൂവിൽ മൊബൈലിലെ ചില ക്യാമറയ്ക്കൊക്കെ ആ വീഡിയോ റിവേഴ്സ് കാണാം ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഒരാൾ മുന്നോട്ട് സൈക്കിൾ എടുക്കുന്നു, പുറമോട്ട് ഒരാൾ തുപ്പുന്നു, തുപ്പൽ തിരിച്ച് വായുന്നു അല്ലെ നോക്കുന്നു. അങ്ങനെ ഒരു മരം നട്ട് കിളിച്ചതിന്റെ പുറമോട്ട് ചിന്തിച്ച് നോക്കി, പുറമോട്ട് വന്ന് അവസാനം ഇതിനകത്ത് വന്നിരിക്കും അല്ലേ. അപ്പൊ ഒരു മരത്തിന്റെ ബ്രാഞ്ചിലുള്ള ഏത് മെരിസ്റ്റം എടുത്താലും അത് പുറമോട്ട് ചിന്തിച്ചാൽ ഇടുന്ന അല്ലേ. അപ്പോൾ any apical meristem is a primary meristem. ശരിയല്ലേ? So an example primary meristem. Sorry, any apical meristem. Primary meristem ആണ് meristem that develop from the embryonic stage itself is called primary meristem. Example apical meristem. അല്ലേ. അപ്പോൾ ഇന്ദ്രകാലിക മെരിസ്റ്റം apical meristem വെച്ചിട്ട് പോയതല്ലേ അല്ലേ. ഇത് നല്ലോണം വെച്ചിട്ട് പോയത് ഇത് തന്നെയല്ലേ. അപ്പൊ ആരുടെ ഭാഗം തന്നെയാണത്? ഇതും പ്രൈമറി മെരിസ്റ്റം തന്നെ അല്ലേ? ഇന്ദ്രകാലിക മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റം തന്നെ അല്ലേ? കാരണം എന്താ? എപ്പിക്കൽ മെരിസ്റ്റം നല്ലോണം വെച്ചിട്ട് പോയതല്ലേ അല്ലേ. സോ എക്സാമ്പിൾ ആണ് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഇന്ദ്രകാലിക മെരിസ്റ്റം. So what are the examples of primary meristem? Apical meristem and intercalary meristems are example of primary meristem. അല്ലേ. അതിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിടാം. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. ഇതിന്റെ ഫങ്ഷൻസ് അറിയണം. Apical meristem help for the increase of the length of the plant body, such as root or shoot. Intercalary meristem increases the growth of plant organs such as leaf, branch, fruit, etc., flower, etc. Then lateral meristem increases the thickness of the plant body. അത് ഗിർത്ത നിർവാഹപ്പെടുന്നത് ഞാൻ പറഞ്ഞു. മെരിസ്റ്റത്തിന്റെ ഒറിജിനൽസ് ക്ലാസ് ചെയ്യാം. മെരിസ്റ്റം that develop from the embryo is called primary meristem. Example apical meristem and intercalary meristem. And meristem develop from permanent tissue. Meristem develop from permanent tissue called secondary meristem. Meristem develop from permanent tissue called ഇതിന്റെ ചാർട്ട് വേണ്ടിയുള്ള വരച്ചില്ല സെക്കൻഡറി മെരിസ്റ്റം. എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ നോക്കൂ. നിങ്ങളൊരു മാവിന്റെ തൈ നട്ടു, വിളിച്ചു ഇത്രയാണ്. ജസ്റ്റ് ഒരു വിരലിന്റെ കരയാണ്, ചെറിയ കരകളാണെന്ന് വിളിച്ചു വരുമ്പോ എല്ലാ കാലവും ഇങ്ങനെ അങ്ങ് വളർന്നു പോയിക്കൊണ്ടിരുന്ന അന്നോർത്ത് നോക്കി വീർക്കിന്റെ കരുത്തിന് ചെടി ഇങ്ങനെ വലുതായി കഴിഞ്ഞാൽ അന്തം ഉപയോഗിക്കും, കാല് തുടങ്ങി വീഴും അല്ലേ. അപ്പൊ ഇത് വലുതാന്ന് രണ്ടാമത് എന്ത് വേണതിന് വണ്ണം വയ്ക്കണമല്ലോ. അങ്ങനെ വണ്ണം വെക്കേണ്ടി വരുമ്പോൾ ഇതിന്റെ വശത്തുള്ള ചില ടിഷ്യൂസ് എന്തായി മാറും? മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. വശത്തുള്ള ചില ടിഷ്യൂസ് എന്തായി മാറും? മെരിസ്റ്റമാറ്റിക്. അപ്പൊ ആക്ച്വലി വശത്തുള്ള ഈ ടിഷ്യൂസ് മുഴുവൻ ഇത് എപ്പിക്കൽ മെരിസ്റ്റം, ഇതിനേക്കാൾ മെരിസ്റ്റം എന്താണ്? ഇത് പെർമനന്റ് ടിഷ്യൂ ആണ് അല്ലേ. അപ്പൊ പെർമനന്റ് ടിഷ്യൂവിൽ നിന്നും ചില ടിഷ്യൂസ് എന്താ തിരിച്ചു വരും? മെരിസ്റ്റമാറ്റിക് ആയിട്ട് തിരിച്ചു വരും. ആവശ്യമുണ്ടെങ്കിൽ ചില പെർമനന്റ് ടിഷ്യൂ എന്തായി മാറും? മെരിസ്റ്റമാറ്റിക് ആയിട്ട് വരും. കാരണം എല്ലാ പെർമനന്റ് ഇഷ്യൂ ഒരിക്കലും ആരായിരുന്നു? മെരിസ്റ്റമാറ്റിക് ഇഷ്യൂ ആയിരുന്നു. ശരിയല്ല, എല്ലാ പെർമനന്റ് ഇഷ്യൂ ഒരിക്കലും ആരായിരുന്നു?
മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. നമ്മൾ പഠിച്ചു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഒറിജിനേറ്റ് ഫ്രം പെർമനന്റ് ടിഷ്യൂ. സോറി, പെർമനന്റ് ടിഷ്യൂ ഒറിജിനേറ്റ് ഫ്രം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ശരിയല്ലേ? അപ്പോൾ ഈ പെർമനന്റ് ടിഷ്യൂ ഒരിക്കൽ ആരായിരുന്നു? മെരിസ്റ്റമാറ്റിക് ആയിരുന്നു. എപ്പോഴാണ് പെർമനന്റ് ടിഷ്യൂ ഉണ്ടായത്? അതിൽ ഡിഫൈൻ പെർമനന്റ് ടിഷ്യൂ. പെർമനന്റ് ടിഷ്യൂ വിച്ച് ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ഫോർ ഡിവിഷൻ. അല്ലേ? ഡിവിഷന് കപ്പാസിറ്റി ഇല്ലാത്ത സെൽസ് ആണല്ലോ പെർമനന്റ് ടിഷ്യൂ. വേറെ ഡെവലപ്പ് പറഞ്ഞാൽ എന്താണ്? വെൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ലോസസ് ഇറ്റ്സ് കപ്പാസിറ്റി ഫോർ ഡിവിഷൻ ഇറ്റ് ബിക്കം പെർമനന്റ് ടിഷ്യൂ. അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലാത്ത ടിഷ്യൂ ആണ്. പണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിവ് ഉണ്ടായിരുന്നല്ലോ, അല്ലെ? അപ്പൊ ഇപ്പം ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത ടിഷ്യൂ പെർമനന്റ് ടിഷ്യൂ. അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിട്ട് ഡിവൈഡിങ് കപ്പാസിറ്റി കളഞ്ഞാൽ എന്തായി മാറും? പെർമനന്റ് ടിഷ്യൂ ആയി മാറും. അപ്പോൾ പെർമനന്റ് ടിഷ്യൂന്റെ രണ്ട് ഡിവിഷൻ എന്താണ്? ഒന്ന്, ദേ ആർ നോൺ ഡിവൈഡിങ് ടിഷ്യൂ, അല്ലെങ്കിൽ ടിഷ്യൂ ഡു നോട്ട് ഹാവ് ദ കപ്പാസിറ്റി ഫോർ ഡിവിഷൻ. രണ്ട്, വെൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ലോസസ് ഇറ്റ്സ് ഡിവിഷൻ ലോസസ് ഇറ്റ്സ് കപ്പാസിറ്റി ഫോർ ഡിവിഷൻ ഇറ്റ് ബിക്കം പെർമനന്റ് ടിഷ്യൂ. ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് കളയുമ്പോൾ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കളയുമ്പോൾ അതെന്തായി മാറും? പെർമനന്റ് ടിഷ്യൂ ആയി മാറും. അപ്പോൾ ഒരു മനസ്സിലായി, എല്ലാ പെർമനന്റ് ടിഷ്യൂ ഒരിക്കൽ ആരായിരുന്നു? മെരിസ്റ്റമാറ്റിക് ആയിരുന്നു. വേണമെങ്കിൽ അയാളുടെ കഴിവ് തിരിച്ചെടുക്കാം. എപ്പോഴാണ് ആവശ്യമുണ്ടെങ്കിൽ കഴിവ് തിരിച്ചെടുക്കും. മനസ്സിലായില്ലേ? എല്ലാ പെർമനന്റ് ടിഷ്യൂസും ആവശ്യമുണ്ടെങ്കിൽ മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ ലാറ്ററൽ മെരിസ്റ്റം എവിടെ നിന്നാണ് ഉണ്ടായത്? പെർമനന്റ് ടിഷ്യൂ ഉണ്ടായത്, അല്ലേ? അതുകൊണ്ട് എന്താണ് സെക്കൻഡറി മെരിസ്റ്റം? എക്സാമ്പിൾ എന്താണ്? ലാറ്ററൽ മെരിസ്റ്റം. സോ വാട്ട് ഈസ് പ്രൈമറി മെരിസ്റ്റം? മെരിസ്റ്റം ഡെവലപ്പ് ഫ്രം എംബ്രിയോണിക് സ്റ്റേജ്. വാട്ട് ഈസ് സെക്കൻഡറി മെരിസ്റ്റം? ഇപ്പൊ എല്ലാവരും പരിഗണിക്കും സെക്കൻഡറി മെരിസ്റ്റം ഒറിജിനേറ്റ് ഫ്രം പ്രൈമറി മെരിസ്റ്റം എന്ന് പലരും എഴുതിയിരിക്കും. ശരിയാണോ? അല്ല. സെക്കൻഡറി മെരിസ്റ്റം ഡെവലപ്പ് ഫ്രം പെർമനന്റ് ടിഷ്യൂ. All permanent tissues were once meristematic tissue. At certain condition, they can regain the capacity for division, and it is become meristematic. Such meristems are called secondary meristem. Example: lateral meristem. മനസ്സിലായോ? ഇതാണ് ചാർട്ട്. സെക്കൻഡ് മെരിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ്റ്. സ്ഥലം പരിശോധിക്കും. What is second meristem? When permanent tissue become meristematic, അല്ലെങ്കിൽ when meristem develop from permanent tissue is called secondary meristem. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ എന്താണ്? ലാറ്ററൽ മെരിസ്റ്റം. ഈ പടം ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കണം. ഇത് പുസ്തകത്തിലുള്ള പടം തന്നെയാണ്. അത് ഞാൻ പടം ഇട്ട് കാണിക്കുക, അത് വരയ്ക്കണം. ചാർട്ട് നമുക്ക് തയ്യാറാക്കാം. അത് നിങ്ങൾ എഴുതിയല്ല. അതിന് ചാർട്ട് എഴുതാണ് നിങ്ങൾ നിർബന്ധം എഴുതിയിട്ടുണ്ടായിരുന്നത്. ടിഷ്യൂസ്, പ്ലാന്റ് ടിഷ്യൂ, plant tissues, രണ്ടാം തരംതിരിക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ. രണ്ടാം തരംതിരിക്കുകയാണ് ബേസ്ഡ് ഓൺ പൊസിഷൻ. മൂന്നാമത് ബേസ്ഡ് ഓൺ ഒറിജിൻ. രണ്ടാം എന്താണ്? എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. ഇത് പ്രൈമറി മെരിസ്റ്റം. എക്സാമ്പിൾ: എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. ഇത് സെക്കൻഡറി മെരിസ്റ്റം. എക്സാമ്പിൾ: ലാറ്ററൽ മെരിസ്റ്റം. ക്ലിയർ ഇല്ല? ചാർട്ടിൽ എഴുതാം. ഒരു ബുക്കിന്റെ ഒരു ഫുൾ പേജ്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എഴുതി തുടങ്ങണം ഈ ചാർട്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ പെർമനന്റ് ടിഷ്യൂ കുറെ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഇങ്ങനെ വരും പെർമനന്റ് ടിഷ്യൂ. മൂന്നാം തരംതിരിക്കും, പിന്നെ അതിന് വീണ്ടും തരംതിരിക്കും, ഇങ്ങനെ പോകും കേട്ടോ. അതുകൊണ്ട് ഒരു ഫുൾ പേജ് എടുത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കും. അടുക്ക് തുടങ്ങണം. ഈ ബുക്ക് എടുത്ത് ഇങ്ങനെ വേണം, ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഇവിടെ മുതൽ തുടങ്ങണം. പ്ലാന്റ് ടിഷ്യൂ, മെരിസ്റ്റമാറ്റിക്, പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റത്തെ വീണ്ടും തന്നിരിക്കുന്നു. ഇനി അത് ഇപ്പോഴത്തെ പഠിച്ചിട്ടുള്ളൂ. ഇനി പെർമനന്റ് ടിഷ്യൂ ഇങ്ങനെ വരും. അതനുസരിച്ച് ചാർട്ട് പഠിച്ചു. ഓക്കെ, ഇതിനെ കൊണ്ട് നിർത്താൻ. അടുത്ത സ്കൂളിൽ പഠിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ.